ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. സഹകാരി പി എസ് സിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കഷൻ പോകുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ തന്നെയാണ്. ഇന്ത്യൻ അഗ്രികൾച്ചർ കുറച്ച് പാർട്ടുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മേഖലയാണ്. കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഫാക്ച്വലായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പർട്ടിക്കുലർ അഗ്രികൾച്ചറൽ സീസണുകളെ പറ്റിയിട്ടാണ്. നമ്മൾ ഖാരിഫ് സീസൺ, റാബി സീസൺ, സെയ്ദ് സീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനമായിട്ട് നമ്മളൊരു 3 കാർഷിക കാലയളവുകളെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഒരു പരിധിവരെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്കായിട്ട് കുറച്ച് ചോദ്യങ്ങൾ നീക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മളും പറഞ്ഞു. അത് നിങ്ങളും വർക്കൗട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. എപ്പോഴും പറയുന്ന കാര്യമാണ്, എല്ലാ ക്ലാസ്സിലും അത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല എന്നുകൊണ്ട് എല്ലാ ക്ലാസ്സിലും പറയാറില്ല. എങ്കിലും മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് യുവർ റിവിഷൻ പ്രോപ്പർലി. കേട്ടോ, നിങ്ങളുടെ റിവിഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം പഠിക്കുന്നതല്ല, പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അത് ഓർക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിയന്തരമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യം പഠിച്ച കാര്യങ്ങളെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സും കൃത്യമായി ചെയ്യുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ പാർട്ട് 5 നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. യൂഷ്വൽ ചോദ്യങ്ങളിലൂടെ ഒരു കടന്നുപോക്ക്. ആസ് പെർ ദി സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് 2021, the highest production of the crops and the respective states are given below. 2023 ചോദിച്ചൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ഓരോ ക്രോപ്പും ആ ക്രോപ്പ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റുകളെയും മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലേതാണ് ശരിയായി അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ല ഏതാണ് തെറ്റായി, വിച്ച് ഓഫ് ദി പെയർസ് ആർ റോങ്ലി മാച്ച്ഡ് എന്നാണ് ചോദ്യം. എന്താണ് തെറ്റായി മാച്ച് ചെയ്തിരിക്കുന്ന പേരെന്നാണ് ചോദ്യം. ഷുഗർ കെയിൻ ഉത്തർപ്രദേശ്, കോട്ടൺ മഹാരാഷ്ട്ര, റൈസ് പഞ്ചാബ്, വീറ്റ് ഉത്തർപ്രദേശ്. അപ്പോൾ കരിമ്പ്, പരുത്തി, അരി, ഗോതമ്പ് എന്നിവയുടെ ഉൽപ്പാദനം ഈ പറയുന്ന ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്, വീണ്ടും ഉത്തർപ്രദേശ് എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. ഇതിലെ ആരാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്നതിൽ കറക്റ്റ് കണക്ഷൻ വരാത്തത് ആരൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. എന്തായാലും നമുക്ക് ഓപ്ഷനിൽ നിന്നും വ്യക്തമാണ് ഇതിലേതോ ഒന്ന് മാത്രമാണ് തെറ്റായി മാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഓരോ ഓപ്ഷൻസ് മാത്രമാണ്, അല്ലെങ്കിൽ ഓരോ മാർക്കിങ്ങുകളെ മാത്രമാണ് ഓപ്ഷനുകളിൽ ഓരോന്നോരോന്നായി തന്നിരിക്കുന്നത്. 1, 2, 3 and 4 എന്ന രീതിയിൽ. അപ്പോൾ ഏതോ ഒന്ന് ഇതിനകത്ത് തെറ്റാണ്. അത് നമുക്ക് അറിയാം ഏതാണ് തെറ്റെന്ന്, ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കും ഏതാണ് തെറ്റെന്ന്. നമ്മൾ ഓൾറെഡി പറഞ്ഞതിനകത്ത് ആദ്യ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഫാക്റ്റിനകത്ത് ഇതുണ്ട്. പാർട്ട് 1 അഗ്രികൾച്ചർ നിങ്ങൾ കണ്ടുവെങ്കിൽ ആ കണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പാർട്ട് 1 നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ ഉത്തരം ഓൾറെഡി ഇവിടെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്, കർണാടക, അസം, കേരളം. ഇപ്പോൾ ഇതിലേത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? മറ്റൊരു ചോദ്യം. ഇതിൻ്റെയും ഉത്തരം ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഫൈൻ ഗ്രെയിൻസ് ഇൻ ഇന്ത്യ? ഫൈൻ ഗ്രെയിൻസ്, വളരെ തരിയായ ധാന്യങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ജോവർ, ബജ്ര, മെയ്സ്, റാഗി, വീറ്റ്, റൈസ്. ഇതിലേതൊക്കെയാണ് ഉൾപ്പെടുക എന്നുള്ളതാണ് ചോദ്യം. വളരെ ഫൈൻ ഗ്രെയിൻസ് ആയിട്ടുള്ള ക്രോപ്പുകളുമായി ബന്ധപ്പെട്ടെന്നുള്ളതാണ്. അപ്പോൾ നേരെ നമുക്ക് ഫുഡ് ഗ്രെയിൻസിലേക്ക്, ഇന്നത്തെ ഓരോ ടൈപ്പിലുള്ള കാർഷിക വിളകളെ പറ്റിയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ സെഷൻ അതാണ്, ഫുഡ് ഗ്രെയിൻസിനെ പറ്റി, വിവിധ തരം ഫുഡ് ഗ്രെയിൻസ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ക്രോപ്സിനെ പറ്റി, ഫുഡ് ക്രോപ്സിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. ചോദ്യങ്ങളെ ഒന്ന് കണ്ടു. ഇതുമാതിരി ഫുഡ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളെയും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ PSC ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC അത്തരത്തിലൊരു ചോദ്യം തന്ന് നമ്മളെ സംസ്ഥാനവും അഗ്രികൾച്ചറൽ ക്രോപ്പും തമ്മിലൊന്ന് കണക്ട് ചെയ്യാൻ ചോദിക്കുന്ന തരത്തിലൊരു ചോദ്യം വന്നാൽ അത് തീർച്ചയായിട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാകണം എന്ന നിർബന്ധം എനിക്കുണ്ട്. നിങ്ങൾക്ക് അത് പറ്റണമെന്നുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ആ ധാന്യങ്ങളെ പറ്റിയിട്ടുള്ള മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. സിറിയൽസ്, 54% ഓഫ് ദി ടോട്ടൽ ക്രോപ്ഡ് ഏരിയ ആർ ആക്ച്വലി സിറിയൽസ്. ഈ പറയുന്ന ധാന്യങ്ങളൊക്കെ തന്നെയാണ് 54% വരുന്ന ടോട്ടൽ ക്രോപ്ഡ് ഏരിയയിലും കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ ഫൈൻ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർലി സോഫ്റ്റ് ആയിരിക്കും, വളരെയധികം ഫൈനായിട്ടുള്ള ഫ്ലോറുകളായിട്ട്, ഫ്ലോർ മീൻസ് മാവ് ഉണ്ടാക്കുന്നതിന് എളുപ്പമായിരിക്കും, കുക്കിങ്ങിനൊക്കെ വളരെ പെട്ടെന്ന് സഹായിക്കുന്നതാണ് ഈ ഫൈൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന ധാന്യങ്ങൾ.
നമ്മുടെ റൈസ്, വീറ്റ് ഇതെല്ലാം ഈ ഫൈൻ ഗ്രെയിൻസിന് ഉദാഹരണമായിട്ടുള്ളവ തന്നെയാണ്. കോഴ്സ് ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹാർഡറായിട്ട്, കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പരുവരുത്തത്, കുറച്ചുകൂടി വലുപ്പമേറിയത് എന്നാണ് അർത്ഥം. ഫൈൻ മീൻസ് വളരെ ചെറുത്, വലിപ്പം കുറഞ്ഞത്, സോഫ്റ്റ് ആയിട്ടുള്ളത് എന്നൊക്കെയാണ് അർത്ഥം വരിക ഫൈനിന്. കോഴ്സ് എന്ന് വരുമ്പോൾ അത് കുറച്ചുകൂടിയൊക്കെ വലുപ്പമേറിയ, കുറച്ച് പരുവരുത്തതായിട്ടുള്ള, കുറച്ചുകൂടി ഹാർഡ്നെസ് ഉള്ള തരത്തിലുള്ള വസ്തുക്കളെയാണ് ഉദ്ദേശിക്കുക. ഹാർഡറാണ്, റിക്വയർസ് ലോങ്കർ കുക്കിംഗ് അവേഴ്സ്, കൂടുതൽ സമയമെടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഹൈലി ന്യൂട്രിയൻ റിച്ച് ആയിരിക്കും കേട്ടോ. ആൻറ്റി ഓക്സിഡൻസ്, ഗ്ലൂട്ടൻ ഫ്രീ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. നല്ല ന്യൂട്രിയൻസ് ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ളവയായിരിക്കും കോഴ്സ് ഗ്രെയിൻസ് ആയിട്ട് വരിക. അവർ ഡ്രോട്ട് ടോളറൻ്റ് ആവാനും പിന്നെ ചുരുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിലും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഡ്രോട്ട് ടോളറൻ്റ് എന്ന് പറയുമ്പോൾ വരൾച്ചയെ ഒരു പരിധി വരെയൊക്കെ പ്രതിരോധിക്കാൻ, പൂർണ്ണമായി റെസിസ്റ്റൻ്റ് അല്ല, പക്ഷെ സഹനമുണ്ട്. വളർച്ചയ്ക്ക് ഈ വരൾച്ച ഒരു സഹനം എന്താ പറയുക ശേഷിയുള്ള വസ്തുക്കളാണ് ഈ കോഴ്സ് ഗ്രെയിൻസ് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. ഇൻ കേസ് കുറച്ച് ദിവസത്തേക്ക് വെള്ളം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇറിഗേഷൻ കുറച്ച് കുറഞ്ഞു പോയിന്നുണ്ടെന്ന് വെച്ചിട്ട് കോഴ്സ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷനെ വല്ലാണ്ട് അതങ്ങോട്ട് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും കോമൺ ആയിട്ടുള്ള എന്ത് കിട്ടും, പ്രൊഡക്ഷൻ കിട്ടും. അതിന് ഉദാഹരണമാണ്, കോഴ്സ് ഗ്രെയിൻസിന് ഉദാഹരണമാണ് ഷോർക്കും, നമ്മുടെ ജോവർ, ബജ്ര, റാഗി, മെയ്സ് എന്ന് പറയുമ്പോൾ ചോളം, പിന്നെ ബാർലി, ഓട്സ്, കോഡോ, ഫോക്സ് ടെയിൽ മില്ലറ്റ് എന്നൊക്കെ പറയുന്ന ഐറ്റംസ് ഒക്കെ എന്തിന് ഉദാഹരണമാണ് മക്കളെ, കോഴ്സ് ഗ്രെയിൻസ് ഉദാഹരണം. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ചോദ്യം ഓൾറെഡി വന്നത് നിങ്ങൾ കണ്ടതാണ്. ഫൈൻ ഗ്രെയിൻ, കോഴ്സ് ഗ്രെയിൻ ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം നമ്മൾ കണ്ടതാണ് അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് അബൌട്ട് ദി ഫൈൻ ഗ്രെയിൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫൈൻ ഗ്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഏതാണെന്ന് നമുക്ക് ഇതിനകത്ത് തന്നെ വ്യക്തമായി കിട്ടിക്കഴിഞ്ഞു. കോഴ്സ് ഗ്രെയിൻ, ഫൈൻ ഗ്രെയിൻ ആരാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ, സിറിയൽസിൻ്റെ പ്രൊഡക്ഷൻ, ധാന്യങ്ങളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആകെ ഫുഡ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ടോട്ടൽ ക്രോപ്ഡ് ഏരിയയുടെ 54%, അതായത് മെജോറിറ്റി, ശരിയല്ലേ, മെജോറിറ്റി ഷെയറും ആര് തന്നെയാണ്, ഈ പറയുന്ന സിറിയൽസ് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ഫൈൻ ഗ്രെയിൻസ് ആയിട്ട് പറഞ്ഞ ആൾക്കാർക്ക് ഉദാഹരണമാണ് റൈസും മീറ്റും ഒക്കെ. കോഴ്സ് ഗ്രെയിൻസ് ആരായിരുന്നു എന്ന് പറഞ്ഞു, ഹൈലി ന്യൂട്രിയൻ റിച്ച് ആണ്. നമ്മുടെ ജോവർ, ബജ്ര, റാഗി, മൈസ്, ചോളം, ബാർലി, ഓട്സ്, ഫോക്സ്ടെയിൽ മില്ലറ്റ് എന്നിവയെല്ലാം ഇതിൽ പെടുമെന്ന് പറഞ്ഞു. അതെല്ലാം കോഴ്സ് ഗ്രെയിൻസിലാണ് പെടുക. അപ്പോൾ ആരാണ് ഫൈൻ ഗ്രെയിൻസിൻ്റെ? അപ്പോൾ അരിയും ഗോതമ്പൊക്കെ ഫൈൻ ഗ്രെയിനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പൊടിച്ച് മാവാക്കി മാറ്റി ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലാതെയും മറ്റ് ആവശ്യങ്ങൾക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനൊക്കെയും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവർ കുറച്ചുകൂടി ഹാർഡറാണ്. കോഴ്സ് ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹാർഡറാണ്, തരിതരിയായി നിൽക്കുന്ന ഈ ആശാന്മാർ. ഓക്കെ, സോ പൾസസ് എല്ലാം നമ്മൾ പറഞ്ഞല്ലോ, സിറിയൽസ് 54% ഓഫ് ദി ടോട്ടൽ ക്രോപ്ഡ് ഏരിയ എന്ന് പറഞ്ഞു. പൾസസ് കോൺട്രിബ്യൂട്ട്സ് ടു 11% ഓഫ് ദി ക്രോപ്ഡ് ഏരിയ. നമ്മുടെ ഗ്രാം, പയറുവർഗ്ഗങ്ങളിൽ പെടുന്ന ആൾക്കാരല്ലേ, അതാണ് പൾസസ് എന്ന് പറയുക. അപ്പോൾ ഗ്രാം, മൂങ് ദാൽ, പരിപ്പ്, പയർ പോലുള്ളവ 11% ടോട്ടൽ ക്രോപ്ഡ് ഏരിയയുടെ കോൺട്രിബ്യൂഷനിൽ വരുന്നത്. 51% അല്ല, 54%, സോറി, 54% സിറിയൽസ്, ധാന്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ടോട്ടൽ ക്രോപ്ഡ് ഏരിയയുടെ. എന്നാൽ പൾസസ് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? 11% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓയിൽ സീഡുകൾ, ഇപ്പോൾ എണ്ണക്കുരു എന്നൊക്കെ പറയുന്ന രീതിയിലോ, ഗ്രൗണ്ട് നട്ട്, അങ്ങനത്തെ ഐറ്റംസ്, സൺഫ്ലവർ ഓയിൽ സീഡ്, ഇതൊക്കെ ഓയിൽ സീഡുകളാണ്. അപ്പോൾ ഈ ഓയിൽ സീഡുകൾ ടോട്ടൽ ക്രോപ്ഡ് ഏരിയയുടെ 14% അടങ്ങുകയാണ്. അതായത് ഓയിൽ സീഡ്സിൻ്റെ ക്രോപ്ഡ് ഏരിയയേക്കാൾ കുറവാണ് പൾസസിൻ്റെ ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. ഫോർ പ്രൊഡ്യൂസിങ് എഡിബിൾ ഓയിൽ, എക്സാമ്പിൾ മസ്റ്റർഡ് ഓയിൽ, റേപ്പ് സീഡ് ഓയിൽ, ഗ്രൗണ്ട് നട്ട് എന്നിവയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഒക്കെ ഇതിനകത്ത് പെടുത്താവുന്നതാണ്. പിന്നുള്ളത് ബിവറേജസ്, ടീ, കോഫി പോലുള്ള ബിവറേജസിൻ്റെ പ്രൊഡക്ഷനും. ഫൈബർ ക്രോപ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് കോട്ടൺ, ജൂട്ടൊക്കെയാണ് പ്രധാനമായിട്ടും പറയുക. ചണവും പരുത്തിയുമാണ് ഫൈബർ ക്രോപ്സ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ എടുത്ത് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ രണ്ട് പേരുടെയും ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട റവല്യൂഷൻസിനെ പറ്റിയും കേട്ടിട്ടുണ്ട്. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ, സിൽവർ ഫൈബർ റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. വൈറ്റ് റവല്യൂഷൻ പഠിച്ചതിന് ശേഷം പഠിച്ചതാണ്. ആരെയാണ് ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ? ഏതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ, ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ അത് ജൂട്ടിൻ്റെ, ചണത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവകരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നതും, സിൽവർ ഫൈബർ റവല്യൂഷൻ എന്ന് പറയുന്നത് കോട്ടൺ, പരുത്തി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോഡർ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കന്നുകാലികൾക്ക് മറ്റും തീറ്റയായിട്ട് കൊടുക്കില്ലേ, തീറ്റ, ആ തീറ്റ ഗണത്തിൽപ്പെടുന്നതാണ് ഈ ഫോഡർ ക്രോപ്പുകൾ എന്നൊക്കെ പറയുക. ജോവർ, ബജ്ര, റാഗിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് കാറ്റിൽ ഫുഡായിട്ട്. പിന്നെ നമ്മുടെ പ്ലാന്റേഷൻ ക്രോപ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ടീ, കോഫി, റബ്ബർ,
കോക്കനട്ടൊക്കെ നമ്മൾ ഈ കൂട്ടത്തിലാണ് പെടുത്തുക. പ്ലാന്റേഷൻ ക്രോപ്സ് ആയിട്ട് വലിയ ഇപ്പം നമ്മൾ പറയാം തെങ്ങിൻ തോപ്പുണ്ട് എന്ന് പറയും. ഇപ്പോൾ തെങ്ങും കോക്കനട്ട് പ്ലാന്റേഷനാണ്, തേയില തോപ്പുണ്ട് എന്ന് പറയും, ടീ പ്ലാന്റേഷനാണ്, കാപ്പിത്തോട്ടം ഉണ്ടെന്ന് പറയുന്നത് കോഫി പ്ലാന്റേഷനാണ്, റബ്ബർ തോട്ടം, റബ്ബർ പ്ലാന്റേഷൻസ് ആണ്. നിങ്ങൾ ഈ കോട്ടയം ഭാഗത്തോട്ടൊക്കെ യാത്ര ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരുപാട് ഈ വലിയ തോതിൽ ലാർജ് സ്കെയിലിൽ വലിയ ഏരിയയിലൊക്കെ ഈ റബ്ബറിൻ്റെ കൾട്ടിവേഷൻ ചെയ്യുന്ന എസ്റ്റേറ്റുകൾ കാണാം. അവിടെ പലയിടങ്ങളിലേക്കുള്ള പ്രവേശനങ്ങളിൽ ഗേറ്റിന്മേൽ എഴുതി തൂക്കിയിരിക്കുന്നതൊക്കെ ഉണ്ടാവും. ആ ഒരു എസ്റ്റേറ്റിൻ്റെ പേരും റബ്ബർ എസ്റ്റേറ്റ് എന്നൊക്കെ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. സോ എസെൻഷ്യലി അതും എന്ത് തന്നെയാണ്? പ്ലാന്റേഷനാണ്, പ്ലാന്റേഴ്സാണ് അത് ചെയ്യുന്നത്, പ്ലാന്റ് ചെയ്ത് ഈൽഡ് എടുക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നത്. ഓക്കെ, അതൊക്കെ പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ ഗണത്തിൽ പെടുന്നതാണ്. പിന്നുള്ളത് സബ്സിസ്റ്റൻസ് ക്രോപ്സ് എന്ന് പറയുന്ന ഒരു ഗണമുണ്ട്. അതായത് ക്രോപ്സ് ദാറ്റ് ഫാമർ ഗ്രോ പ്രൈമർലി ഫോർ ഓൺ കൺസപ്ഷൻ. ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നമ്മൾ ചെറിയ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്രോപ്പുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് പറയാൻ പറ്റുമല്ലോ. വളരെ ചെറിയ അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പുകളെയാണ് സബ്സിസ്റ്റൻസ് ക്രോപ്പ് എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും കേട്ടോ. എന്ത് ക്രോപ്പ് മക്കളെ? സബ്സിസ്റ്റൻസ് ക്രോപ്പ്. സബ്സിസ്റ്റൻസ് ക്രോപ്പ് ആരാണ് സബ്സിസ്റ്റൻസ് ക്രോപ്പ്? ക്രോപ്സ് ദാറ്റ് ഫാമേഴ്സ് ഗ്രോ പ്രൈമർലി ഫോർ ഓൺ കൺസപ്ഷൻ, സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപഭോഗത്തിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് ആണ് സബ്സിസ്റ്റൻസ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് ദി ക്രോപ്പ് എൻറ്റേഴ്സ് ദി മാർക്കറ്റ്. ഇതിൽ വളരെ ചുരുക്കമാണ് അത് പബ്ലിക് മാർക്കറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇത്തരം ക്രോപ്സ് എന്ന് പറയുന്നത്. പിന്നുള്ളത് കൊമേഴ്ഷ്യൽ ക്രോപ്സ് അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് എന്ന് പറയും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഫൈബർ ക്രോപ്സ് ആയ കോട്ടൺ, അതുപോലെ ഷുഗർ കെയിൻ, ഇതൊക്കെ നമ്മുടെ വർധനത്തിനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് കൊമേഴ്ഷ്യലായിട്ട്. ലാർജ് സ്കെയിലിൽ മാർക്കറ്റ് പർപ്പസിന് വേണ്ടി സെയിൽ ചെയ്യാൻ കണക്കിന് ഉൽപ്പാദിപ്പിക്കും. ഇതിലൊക്കെ പലതും ഓവർലാപ്പ് വരും കേട്ടോ. നമ്മുടെ ഈ ധാന്യങ്ങളെല്ലാം കൊമേഴ്ഷ്യൽ ക്രോപ്പിനകത്ത് വരും. അപ്പോൾ കൊമേഴ്ഷ്യലി വലിയ രീതിയിൽ എന്താ പറയുക, ഫാമേഴ്സ് കൺസ്യൂം ചെയ്യാണ്ട് വിൽക്കുന്നതൊക്കെ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആയിട്ട് തന്നെ നമുക്ക് പറയും. ക്യാഷ് ക്രോപ്സ് ആയിട്ടൊക്കെ തന്നെ നമ്മൾ പറയാറുള്ള കാര്യവുമാണ്. അപ്പോൾ അവിടെ പറഞ്ഞ റീൽസിൽ പറഞ്ഞ റൈസ് ഇവിടെ വരുമോ സാർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ഇതിനകത്ത് പെടുത്താൻ പറ്റുന്ന കാര്യം തന്നെയാണ്, കൊമേഴ്ഷ്യലായിട്ട് പെടുത്താൻ പറ്റുന്ന കാര്യം തന്നെയാണ്. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനാണ്, കൊമേഴ്ഷ്യലി വിൽക്കുകയാണ് എന്നുണ്ട് എങ്കിൽ എന്നുള്ള കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ക്രോപ്പിൻ്റെ കാറ്റഗറിയും ചില ക്രോപ്പും ആ ക്രോപ്സിൻ്റെ കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഏരിയയുടെ ഒരു പെർസെൻറ്റേജ് കണക്കൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു മിനിറ്റ് ഇതാണല്ലോ ആദ്യത്തെ. യെസ്, നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രൈമറി ഫുഡ് ഗ്രെയിൻസ് നമ്മുടെ ഇന്ത്യയിൽ സാധാരണയായിട്ട് പ്രാഥമികമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ധാന്യങ്ങളെന്ന് പറയുന്നത് അരിയും ഗോതമ്പും ഒക്കെ തന്നെയാണ്. അതായത് നമ്മുടെ എന്താ പറയുക, സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്സ് എന്ന് പറയാം. നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്പ് എന്താണ്? സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്പ് എന്ന് പറയും. നമ്മുടെ ദൈനിക ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടി നമ്മുടെ വിശപ്പടക്കുന്നതിന് വേണ്ടി കൺസ്യൂം ചെയ്യുന്നതാണ് സ്റ്റേപ്പിൾ ക്രോപ്പ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ കൺസ്യൂം ചെയ്യുന്നത് പൊതുവെ അരിയും ഗോതമ്പും തന്നെയാണ്. അപ്പോൾ റൈസ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ പ്രൈമറി ഫുഡ് ഗ്രെയിൻസിൻ്റെ കാര്യത്തിൽ റൈസും പിന്നെ വീറ്റും പെടുത്തിയിട്ടുണ്ട്. അതിൽ റൈസിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ റൈസിൻ്റെ ടോട്ടൽ ക്രോപ്പ് ഏരിയയുടെ ശതമാന കണക്ക് നോക്കിയാൽ 25% ടോട്ടൽ ക്രോപ്പ് ഏരിയ എന്ന് പറയുന്നത് റൈസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. 14%, ഏകദേശം 9% കുറവാണ് വീറ്റിന്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭക്ഷിക്കുന്ന ധാന്യം അരി തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യം അരി തന്നെയാണെന്ന് വേണമെങ്കിൽ ഒരു പരിധിവരെ പറയാം. ഇതിപ്പോൾ ടോട്ടൽ ക്രോപ്പ് ഏരിയയാണ്, ടോട്ടൽ പ്രൊഡക്ഷൻ്റെ പെർസെൻറ്റേജ് അല്ല ഈ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഏരിയ കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏരിയ കൃഷി ചെയ്യുന്നത് അരിക്ക് വേണ്ടി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം 25% അരി കൾട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നു. പ്രൊഡക്ഷൻ ഗോതമ്പിനേക്കാൾ കൂടുതൽ അരിക്കുണ്ടോ എന്നുള്ളത് നമുക്ക് വീണ്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ ആ സമയത്ത് പോകുമ്പോൾ പറയാം. എനിഹൗ മനസ്സിലാക്കിയിരുന്നു മക്കളെ, 25% ടോട്ടൽ ക്രോപ്പ് ഏരിയ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അരി കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ്, പാഡി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 14% മാത്രമാണ് വീറ്റിൻ്റെ വരിക. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യാസ് ലാർജസ്റ്റ് ക്രോപ്പ് ബൈ ഏരിയ കണ്ടോ, ഇന്ത്യാസ് ലാർജസ്റ്റ് ക്രോപ്പ് ബൈ ഏരിയ 44 മില്യൺ ഹെക്ടേഴ്സാണ്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി 44 മില്യൺ ഹെക്ടേഴ്സാണ് അരി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിന്നുള്ള ലാൻഡായി മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 44 ദശലക്ഷം ഹെക്ടർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബൈ ഏരിയ ഇന്ത്യ കൃഷി ചെയ്യുന്നത് ആരെ ചോദിച്ചാൽ, ഏത് ക്രോപ്പാണ് ചോദിച്ചാൽ റൈസ് ആണെന്ന് നിസ്സംശയം പറയാൻ പറ്റണം. എത്ര ശതമാനമുണ്ട് ടോട്ടൽ ക്രോപ്പ് ഏരിയയുടെ? 25% കൾട്ടിവേഷൻ. റൈസ് 1/4 ഓഫ് ദി ടോട്ടൽ ക്രോപ്പ് ഏരിയ അരി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1/4 അല്ലേ? ഇന്ത്യയിലെ ടോട്ടൽ ക്രോപ്പ് ഏരിയയുടെ 1/4 ഭാഗമായി ഇത്. 1/4 ഭാഗം അരി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി.
രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തൊട്ട് പുറകിലുള്ള 14% കണക്ക് സൂചിപ്പിച്ച ഗോതമ്പ് തന്നെയാണ്. ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറിയൽ പ്രൈമറിലി റാബി ക്രോപ്പ്. കറക്റ്റ്. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളയാൾ വീറ്റ്. അപ്പോൾ പ്രൈമറി ഫുഡ് ഗ്രെയിൻസിൽ അരിയും ഗോതമ്പും തമ്മിൽ താരതമ്യം ചെയ്താൽ അരി തന്നെയാണ്, അല്ലെ അരി ഇരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും എന്ന് പറയുന്ന പോലെയാണ്. അരി 25% ടോട്ടൽ ക്രോപ്പ് ഏരിയയുടേത് എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഗോതമ്പ് 14%. ഓക്കെ, ഇനി മൊത്തത്തിൽ കണക്കൂട്ടുന്നു, കോഴ്സ് ഗ്രെയിൻസ് മൊത്തത്തിൽ കണക്കൂട്ടുമ്പോൾ ഒരു 12% ആണ് കോൺട്രിബ്യൂഷൻ വരിക. അതിനകത്ത് ബജ്ര, പിന്നെ ജോവർ, റാഗി പോലുള്ള മില്ലറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. മെയ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തണ്ട, മെയ്സിന് നമ്മൾ സെപ്പറേറ്റ് പറയുന്നുണ്ട് കേട്ടോ. കോൺ, മെയ്സ് എന്ന് പറയുമ്പോൾ കോൺ, ചോളം ഒരു 3.6% വരുന്നുണ്ട്, 3.6% വരുന്നുണ്ട്. അപ്പോൾ മെയ്സ് അലോൺ 3.6% വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മില്ലറ്റ്സിൻ്റെ എമൗണ്ട് കിട്ടും. അതായത് ഏകദേശം 8.4% ഒക്കെ ആയിരിക്കും ബാക്കി മില്ലറ്റ്സിൻ്റെ കോൺട്രിബ്യൂഷൻ വരെ. 8.4, 6, 9 പ്ലസ് 3, 12, കറക്റ്റ് 8.4% ആയിരിക്കും ബാക്കി ബജ്രയും ജോറും റാഗിയും മാത്രമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകം. ബട്ട് അത് നോക്കട്ടെ നിങ്ങൾ, കോഴ്സ് ഗ്രെയിൻസിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ 12% ഓഫ് ദി ടോട്ടൽ ക്രോപ്ഡ് ഏരിയ മനസ്സിലാക്കാം. മെയ്സിൻ്റെ മാത്രം ചോദിക്കുകയാണെങ്കിൽ കോണിൻ്റേതോ അബൌട്ട് 3.6% ഓഫ് ദി ടോട്ടൽ ക്രോപ്ഡ് ഏരിയ ആണ്. പർട്ടിക്കുലർലി ഈ ചോളം ഒരു പരിധിയിൽ കൂടുതലും മനുഷ്യ ഉപയോഗത്തിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. താരതമ്യേന ചോളം മനുഷ്യൻ കൺസ്യൂം ചെയ്യുന്നത് കുറവാണ്. അതിനേക്കാൾ കൂടുതൽ കാറ്റിൽ ഫീഡായിട്ടും മറ്റുമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ബോത്ത് ഇപ്പോൾ നമ്മൾ കന്നുകാലികൾക്ക് കൊടുക്കുന്ന ഫീഡിനകത്തും ഈ പൗൾട്രി ഇൻഡസ്ട്രി ഉണ്ടല്ലോ, കോഴിത്തീറ്റ ഉൽപ്പാദനത്തിലൊക്കെ വലിയ തോതിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കോണിന് ഉപയോഗിക്കുന്നുണ്ട്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതും ഈ ഫീഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് മെയ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് ലാർജ് സ്കെയിലിൽ ഫോഡർ യൂസിന് വേണ്ടിയിട്ട് ഒരുപാട് ഉൽപ്പാദനം നടക്കുന്നുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ ക്രോപ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ സീഡ്സിൻ്റെ പ്രൊഡക്ഷൻ ഒരു 14%, പൾസസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു 11%. പ്രൊഡക്ഷൻ അല്ല, ടോട്ടൽ ക്രോപ്ഡ് ഏരിയ, ഓയിൽ സീഡ്സിൻ്റെ ടോട്ടൽ ക്രോപ്ഡ് ഏരിയ ഒരു 14%, പൾസസിൻ്റേതൊരു 11% എന്ന് കണക്ക് പറയാം. ഇനി കോട്ടൻ്റെ കൃഷി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ കൃഷി ഏരിയയുടെ ക്രോപ്ഡ് ഏരിയയുടെ 4.7% ആണ് കോട്ടൺ കൾട്ടിവേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. പ്രിഡോമിനൻ്റ്ലി ഇൻ ദി ഡെക്കാൻ പ്ലാറ്റ്യൂ റീജിയൻ. എന്തുകൊണ്ടാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഇറ്റ്സ് മോസ്റ്റ് സ്യൂട്ടബിൾ സോയിൽ, ദ ബ്ലാക്ക് സോയിൽ. ഇവിടെ കിട്ടുന്നുണ്ടോ? പരുത്തി കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനമെന്ന് പറയുന്നത് അത് കറുത്ത മണ്ണ് തന്നെയാണ്, ബ്ലാക്ക് സോയിൽ തന്നെയാണ്. അത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ റീഗർ സോയിൽ എന്നും ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും ബ്ലാക്ക് സോയിൽ എന്നൊക്കെ വിളിക്കുന്ന പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഈ മണ്ണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഡെക്കാൻ ട്രാപ്സ് എന്ന് പറയും. നമ്മൾ പഠിച്ചതാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ പ്ലാറ്റ്യൂ, പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന ഡിവിഷൻ ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് കണ്ടു. ഡെക്കാൻ ട്രാപ്സ് എന്ന് പറയുന്ന മേഖല ആ മഹാരാഷ്ട്ര, പ്രധാനമായും മഹാരാഷ്ട്ര എന്ന സംസ്ഥാനവുമായിട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്ന ഡെക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ നോർത്ത് വെസ്റ്റേൺ കോർണറിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നൊരു വലിയ ബസോൾട്ടിക് ബെൽറ്റാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഡെക്കാൻ ട്രാപ്പിൽ കാണുന്നത് പ്രധാനമായും ഈ കറുത്ത മണ്ണാണ്, ബസാൾട്ടിൻ്റെ പ്രസൻസ് കൊണ്ട് തന്നെ കറുത്ത മണ്ണാണ്. ആ കറുത്ത മണ്ണ് കോട്ടൺ കൃഷിക്ക് വളരെ അനുയോജ്യമാവുകയും അതുകൊണ്ട് മുംബൈയെ കൊട്ടണോപോളിസ് എന്ന വിശേഷണം വരുന്നൊരു പ്രദേശമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മളവിടെ സൂചിപ്പിച്ച കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഡെക്കാൻ ട്രാപ്പ് മേഖലയിൽ പർട്ടിക്കുലർലി പ്രഡോമിനൻ്റ്ലി കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് കോട്ടൺ എന്ന് പറയുന്നത്. പക്ഷേ ടോട്ടൽ ക്രോപ്ഡ് ഏരിയയുടെ 4.7% ആണ് നമ്മൾ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുക. ബിക്കോസ് നമുക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് കാര്യം. ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ട് കൃഷി ചെയ്യാൻ ആവശ്യമായ സോയിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിലാണ്, വിച്ച് ഇസ് നോട്ട് വെരി മച്ച് അവൈലബിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും അത്ര കണ്ട് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതല്ല ബ്ലാക്ക് സോയിൽ. ഒരല്പം ലോക്കലൈസ്ഡ് ആയിട്ട് മാത്രം ചില ഇടങ്ങളിൽ മാത്രമായിട്ടാണ് ബ്ലാക്ക് സോയിൽ കാണാൻ പറ്റുക. കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് റീജിയൻ, പിന്നെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, ചില പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ബ്ലാക്ക് കോട്ടൺ സോയിൽ കാണാം, അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ കാണാവുന്നതാണ്. അതർവൈസ് നോ. പിന്നെയുള്ളത് ഷുഗർ കെയിൻ ആണ്, കരിമ്പ് ഉൽപ്പാദനം ടോട്ടൽ ക്രോപ്പ് ഏരിയയുടെ 2.4% ആണ് വരിക. ഈ കരിമ്പ് ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ നമ്മൾ കരിമ്പ് നേരിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പാദനമല്ല. കരിമ്പ് പ്രധാനമായിട്ടും ഇവിടെ കൊമേഴ്ഷ്യൽ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പഞ്ചസാരയുടെ ഉൽപ്പാദനത്തിന്, ശർക്കര ജാഗറിയുടെ ഉൽപ്പാദനത്തിന്, അതുപോലെ മൊളാസസ് ഈ എത്തനോളിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഷുഗർ കെയിൻ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷുഗർ കെയിനിനെ വാല്യൂ ആഡ് ചെയ്യുന്നതിന് വേണ്ടി കൾട്ടിവേറ്റ് ചെയ്യുന്നൊരു ക്രോപ്പായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അതിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് തന്നെ. ഫോർ എക്സാമ്പിൾ പർട്ടിക്കുലർലി നമ്മൾ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ എത്തനോൾ ബ്ലെൻഡിങ് ഒക്കെ ഫ്യൂവലിൽ, ഫോസിൽ ഫ്യൂവലുകളിൽ, പ്രത്യേകിച്ച് പെട്രോളിൽ ഈ എത്തനോൾ ബ്ലെൻഡിങ്ങിൻ്റെ ഉള്ള സാഹചര്യങ്ങൾ
ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്യപ്പെട്ട് വരുന്ന പിന്നെ പെട്രോളിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ 10% എത്തനോൾ ബ്ലെൻഡിങ്, അത് 12 15 ഇപ്പോൾ 20% എത്തനോൾ ബ്ലെൻഡിങ് വന്ന രീതിയിലുള്ള പെട്രോളുകളാണ് നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആവുക. അപ്പോൾ ഈ പെട്രോളിൻ്റെ ഇമ്പോർട്ട് ബേർഡൻ ഒരു പരിധിവരെ കുറയ്ക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ ഒരു 80%, ഇപ്പോൾ 20% എത്തനോൾ ബ്ലെൻഡ് ചെയ്താൽ നമ്മൾ ഇന്ന് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ 80% ഇറക്കുമതി ചെയ്താൽ മതി. സോ വി ക്യാൻ ഡിപ്പെൻഡ് ലെസ് ഓൺ അതർ നേഷൻസ്. ബിക്കോസ് ഈ പെട്രോൾ, ഡീസൽ പോലുള്ളവ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട ക്രൂഡ് ഓയിൽ വി ആർ ആക്ച്വലി ഇമ്പോർട്ടിങ് ഫ്രം സെവറൽ കൺട്രീസ്. ഇപ്പോൾ സൗദി ആയിക്കോട്ടെ, ഇറാഖ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ റഷ്യ ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്ന ഇന്ത്യയിലേക്ക്. അപ്പോൾ ഇവരിന്മേൽ നമുക്കൊരു ഡിപ്പെൻഡൻസി ഉണ്ട്. ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പെൻഡൻസി ഉണ്ട്. നമ്മൾ ഇവരിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഇവർ ക്രൂഡ് തന്നാലേ നമുക്കുള്ളൂ. എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്ക് പെട്രോൾ അടിക്കാൻ മുംബൈ ഹൈ, ദിഗ്ബോയിലൊന്നും അങ്ങനെ ഇങ്ങനെ പ്രൊഡക്ഷൻ ഇല്ലിപ്പോൾ. തീരെ നാമമാത്രമായ പ്രൊഡക്ഷനാണ്. മുംബൈ ഹൈ മാത്രമാണ് ഇവിടെ ഇച്ചിരിയെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ബാക്കി ചെറിയ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്നാലും വളരെ തുച്ഛമായൊരു കോൺട്രിബ്യൂഷൻ, ലെസ് ദാൻ ഈവൻ കണക്കുകൾ അത് 90% ഇമ്പോർട്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 10%-ഓളം അല്ലെങ്കിൽ 10-15 ഇടയ്ക്കുള്ള ഒരു ശതമാനക്കണക്കിൽ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് വേണ്ട ആവശ്യകതയുടെ 10 മുതൽ 15% മാത്രമാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു ചെറിയ വാല്യൂ ആണ്, അതൊരു ചെറിയ നമ്പറാണ്. അപ്പോൾ അതൊഴികെ ബാക്കി വരുന്ന, ഞാൻ എൻ്റെ വണ്ടിക്ക് അടിച്ച 10 ലിറ്റർ പെട്രോളിൽ വെറും 1 ലിറ്റർ പെട്രോൾ മാത്രമാണ് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ 9 ലിറ്റർ പുറം രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതാണെന്ന് ആലോചിച്ച് നോക്കുക. സോ അത്രയും വലിയൊരു ഡിപ്പെൻഡൻസി നമുക്ക് ഫോസിൽ ഇന്ധനങ്ങളുടെ കാര്യത്തിൽ നിലവിലുണ്ട്. എക്സെപ്റ്റ് കോൾ, കൽക്കരി ഒഴികെയുള്ള ഈ ഒരു പെട്രോളിയം ക്രൂഡിൻ്റെ കാര്യത്തിൽ നമുക്ക് നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ എത്തനോൾ ബ്ലെൻഡിങ് എന്ന കോൺസെപ്റ്റിനൊക്കെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റും അല്ലാതെ ആൾക്കാരും ഒക്കെ തന്നെ. അതുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളും വരാറുണ്ട്. എത്തനോൾ ബ്ലെൻഡിങ് വാഹനങ്ങൾക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ള ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ലതാവാം, ചീത്തയാവാം. അതിനെപ്പറ്റി കൃത്യമായ ഇൻഫർമേഷൻസ് ഇപ്പം പബ്ലിക് ഫോറമിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഇൻഫർമേഷൻസ് പ്രകാരം അതിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നതെങ്കിലും ചില പിന്നെ പൈപ്പുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള സൂചനകൾ ലോങ് ടേം യൂസിൽ വന്നേക്കാം. പഴയ വാഹനങ്ങൾക്ക് ഈ E20 പെട്രോൾ യൂസ് ചെയ്യുന്നത് ഒരു പക്ഷേ പോസിബിലിറ്റി പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ലോങ് റണ്ണിൽ നമ്മൾ ഇനി ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം. ഇപ്പോൾ E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഈ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ഇറക്കിയിരിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യണം, അത് വിൽക്കണോ എന്നൊക്കെയുള്ള ചോദ്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ കിടപ്പുണ്ട്. സോ എനിഹൗ പ്രഥമ ദൃഷ്ടിയാൽ E20 അല്ലെങ്കിൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്യപ്പെട്ട ഫ്യൂവലിന് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു പ്രൈമറി കൺസേൺസ് ഒന്നും ഉള്ളതായിട്ടൊന്നും എവിടെയും മാർക്ക് ചെയ്യുന്നില്ല. ആരുടെയും എന്താ പറയുക റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കേസും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എനിഹൗ എത്തനോൾ, ഞാൻ പറഞ്ഞു വന്നത് എത്തനോളിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ആ എത്തനോളിൻ്റെ പ്രൈമറി റോ മെറ്റീരിയൽ എന്ന് പറയുന്നതും എസെൻഷ്യലി ഷുഗർ കെയിൻ ആണ്. അപ്പോൾ കരിമ്പിൽ നിന്ന് തന്നെയാണ് എത്തനോളിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷനും നടത്തുക എന്നുള്ളതാണ്. അതിനെ ഫെർമെൻ്റൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ കെയിൻ ആ ഒരു സാഹചര്യത്തിൽ ഇൻക്രീസ്ഡ് ഡിമാൻഡ് വരാൻ സാധ്യതയുള്ള ഷുഗർ കെയിൻ്റെ കാര്യത്തിൽ ടോട്ടൽ ക്രോപ്പ് ഡേറ്റയുടെ 2.4% ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. It is a key industrial cash crop, occupies roughly 5 million hectares. 5 മില്യൺ, അതായത് 50 ലക്ഷം ഹെക്ടറാണ് ഏകദേശം കരിമ്പിൻ്റെ കൃഷിക്കായി മാറി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന UP പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെയാണ്. നമുക്കത് കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് നോക്കാം. പിന്നെയുള്ളത് ജൂട്ടിൻ്റെ കൾട്ടിവേഷൻ. ചണം കൾട്ടിവേഷൻ എന്ന് പറയുന്നത് 0.5% ഉള്ളൂ. വളരെ ചുരുക്കമാണ്, വളരെ കുറവാണ്. 0.5% ആണ് ജൂട്ട് കൾട്ടിവേഷൻ. പ്ലാന്റേഷൻ ക്രോപ്സിൽ ടീ വരുമ്പോൾ 0.4% ടീ കൾട്ടിവേഷനേ ഉള്ളൂ. അല്ലെങ്കിൽ മീൻസ് 0.4% ഓഫ് ദി ടോട്ടൽ ക്രോപ്പ് ഏരിയ അല്ലേ. ടോട്ടൽ ക്രോപ്പ് ഏരിയയുടെ കണക്കുകളാണ് നമ്മൾ ഈ പെർസെൻറ്റേജിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ്റെ അല്ല, ക്രോപ്പ് ഏരിയ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഏരിയയിൽ എത്ര ശതമാനം തേയിലയ്ക്ക് വേണ്ടി പോകുന്നു? 0.4%. കാരണം തേയില കൃഷി ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, കോട്ടൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ അതിനും റീജിയണൽ സ്പെസിഫിക് ആയിട്ടേ നമുക്ക് പറ്റുള്ളൂ. എല്ലായിടങ്ങളിലും പോയിട്ട് സമതല പ്രദേശങ്ങളിലൊന്നും പോയിട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് ടീ കൾട്ടിവേഷൻ പറ്റില്ല. ഒരല്പം എലിവേഷൻ വേണം, ഒരല്പം താഴ്ന്ന താപനിലയൊക്കെ വേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ കോഫി പ്രൊഡക്ഷനും സിമിലർ കണ്ടീഷനാണ്. 0.3% ഓഫ് ദി ടോട്ടൽ ക്രോപ്പ് ഏരിയ മാത്രമാണ്. പർട്ടിക്കുലർലി നമ്മുടെ ഈ വെസ്റ്റേൺ ഘട്ട്സും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മാത്രമാണ് കോഫി പ്രൊഡക്ഷൻ കാണാൻ പറ്റുക. ഇപ്പോൾ ടീ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട്സും അതുപോലെ അസം മേഖലയിലും ഒക്കെയാണ് കാര്യമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. അത്രയൊക്കെ ഉള്ളൂ ഈ പറയുന്ന ഉൽപ്പാദനത്തിൻ്റെ ഒരു കണക്കുകൾ, അല്ലെങ്കിൽ ടോട്ടൽ ക്രോപ്പ് ഏരിയയുടെ കണക്കുകളെന്ന് പറയുന്നത്. ഓക്കെ, നൗ
വിൽ ബി മൂവിങ് ഓൺ ടു ഈച്ച് ആൻഡ് എവറി ക്രോപ്പ് ദറ്റ് വി നീഡ് ടു ആക്ച്വലി ഡിസ്കസ്. നമുക്ക് പഠിക്കേണ്ട ഓരോ ക്രോപ്പിലേക്ക് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ആദ്യത്തെ ആൾ അരി തന്നെയാണ്. ദ മേജർ ക്രോപ്ഡ് ഏരിയ ഓക്കുപ്പൈ ചെയ്യുന്ന റൈസ്. റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്പ് ഓഫ് മോസ്റ്റ് പീപ്പിൾ ഇൻ ഇന്ത്യ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സ്റ്റേപ്പിൾ ക്രോപ്പ് എന്താണ് എന്നൊക്കെ. So India is the second largest rice producer in the world after China and the largest exporter of rice globally. So India 25% അല്ലെങ്കിൽ 24% ഈ 25% പ്രൊഡക്ഷൻ നടത്തുന്നു നമ്മൾ പറഞ്ഞു. ടോട്ടൽ ക്രോപ്ഡ് ഏരിയയുടെ 25% റൈസിന് വേണ്ടിയിട്ടാണെന്ന് പറയും. സോ ദിസ് ഇസ് നോട്ട് എൻറ്റയർലി ഫോർ ഇന്ത്യൻസിൻ്റെ കൺസംഷന് വേണ്ടി മാത്രമല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് നോക്കി അറിയാം. ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റൈസ് പ്രൊഡ്യൂസർ. സോ ഇന്ത്യയിലെ ടോട്ടൽ ക്രോപ്ഡ് ഏരിയയുടെ 4/1 അരി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇന്ത്യ അല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, അത് ചൈനയാണ്. ഇന്ത്യ അല്ലാതെ ചൈനയാണ്. അപ്പോൾ ഏഷ്യൻ കൺട്രീസ് പൊതുവെ അരി വിഭവങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്നത്. അത് യൂറോപ്പിലേക്ക് പോകുന്ന സമയത്ത് വീറ്റിൻ്റെ ഡെറിവേറ്റീവ്സ്, മൈദ പോലുള്ളവ, വീറ്റിൻ്റെ ഡെറിവേറ്റീവ്സിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും കാണാൻ പറ്റും. റൈസ് ഇസ് ഓൾസോ കൺസ്യൂമിങ് ദർ കേട്ടോ, അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എനിഹൗ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് റൈസിൻ്റേത്. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ചൈനയാണെന്ന് പഠിച്ചിരിക്കുക. ഇന്ത്യയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന, 2ാം സ്ഥാനത്ത് ഇന്ത്യയാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ഗ്ലോബലി ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. റൈസ് ഗ്ലോബലി ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന, കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണെന്ന് മനസ്സിലാക്കാം. റൈസ് ഒരു ഖാരിഫ് വിളയാണ്, മൺസൂൺ വിളയാണ്, ഓട്ടം വിളയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭ്യത വേണ്ട, ജല ആവശ്യകതയുള്ള ഒരു വിളയാണ് അരി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മഴയും അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റിയും ആവശ്യമാണ് ഇതിൻ്റെ പ്രോപ്പർ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട്. റൈസ് ഇസ് എ ഖാരിഫ് ക്രോപ്പ് ദറ്റ് റിക്വയർസ് ടെമ്പറേച്ചേഴ്സ് എബവ് 25 ഡിഗ്രി സെൽഷ്യസ്, ഹൈ ഹ്യൂമിഡിറ്റി, അന്തരീക്ഷത്തിലുള്ള ബാഷ്പത്തിൻ്റെ അളവിനാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുക, അത് ഉയർന്നതായിരിക്കണം. ആൻഡ് ആനുവൽ റെയിൻഫോൾ എബവ് 100 സെൻറ്റിമീറ്റേഴ്സ്, 100 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വാർഷിക മഴ ലഭ്യമാകുന്ന പ്രദേശങ്ങളുമായിരിക്കണം. കേരളത്തിലൊക്കെ 300 സെൻറ്റിമീറ്ററൊക്കെയാണ് വാർഷിക മഴ പറയുക. സോ കേരളം അതിനനുയോജ്യമാണ്. ഇൻ ഏരിയാസ് വിത്ത് ലെസ് റെയിൻഫോൾ റൈസ് ഇസ് ഗ്രോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറിഗേഷൻ പ്രോപ്പറായിട്ടുള്ള ഇറിഗേഷൻ സംവിധാനങ്ങളുണ്ടെങ്കിൽ, ഇത്ര കണ്ട് മഴ കിട്ടാത്ത സ്ഥലങ്ങളിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അരി കൾട്ടിവേറ്റ് ചെയ്യാം. പക്ഷേ വെള്ളം ഉറപ്പാക്കിയിരിക്കണം. മഴ വഴി അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും മാധ്യമങ്ങൾ വഴി വെള്ളം ഉറപ്പാക്കുക എന്നുള്ളതാണ്. So it is preferred as a staple crop in southern and northeastern India and is also gaining popularity in the northwestern plains. പൊതുവെ ദക്ഷിണേന്ത്യയിലും അതുപോലെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലുമാണ് ഇതിൻ്റെ പ്രാതിനിധ്യം കൂടുതൽ ഉപഭോഗമെങ്കിലും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെ ഭാഗത്തും സമതല പ്രദേശങ്ങളിൽ, രാജസ്ഥാൻ, പഞ്ചാബ് പോലെ പ്രദേശങ്ങളിലും അരിയുടെ ഉപയോഗം കൂടി വരുന്നതായി കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നു എന്നുള്ളതാണ്. ടോട്ടൽ ടോപ്പ് റൈസ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ആർ ആക്ച്വലി വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് ആൻഡ് ബീഹാർ കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ റൈസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആരാണ്ടേ അത് പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ റൈസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്നും വെസ്റ്റ് ബംഗാളാണ്. 2ാം സ്ഥാനത്ത് പഞ്ചാബ്, 3ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ്, 4ാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ്, 5ാം സ്ഥാനത്ത് ബീഹാർ. ഈ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ആന്ധ്രാപ്രദേശിൽ നിന്ന് പർട്ടിക്കുലർലി കേരളമൊക്കെ അരി ഏറ്റവും കൂടുതൽ വാങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം പ്രോക്സിമിറ്റിയാണ്, അടുത്തുള്ളത് ആന്ധ്രയാണ്, പെട്ടെന്ന് ഇങ്ങ് എത്തുമല്ലോ. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പോലുള്ളവ മിനിമലൈസ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് അത് സഹായിക്കും. ഇറ്റ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്പ് ഫോർ മെജോറിറ്റി ഓഫ് ഇന്ത്യൻ പീപ്പിൾ. നമ്മൾ പറഞ്ഞു. ഇൻ സ്റ്റേറ്റ്സ് ലൈക്ക് അസം, വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒഡീഷ 3 crops of paddy are grown in an year. These are Aus, Aman and Boro. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആസാം പോലുള്ള മേഖലകളിൽ ഒരു വർഷത്തിൽ 3 പാഡി പാഡി ക്രോപ്സ് ഗ്രോ ചെയ്യാറുണ്ട്. അതാണ് ഔസ്, അമാൻ ആൻഡ് ബോറോ എന്ന് പറയുന്നത്. ഔസ്, അമൻ ആൻഡ് ബോറോ എന്ന് പറയുന്ന റൈസ് വെറൈറ്റീസ് എന്ന് പറയുന്നത്. ദ റൈസ് ഗ്രോവിംഗ് ഏരിയാസ് ആർ വെൽ സ്യൂട്ടഡ് ഫോർ മിക്സഡ് ഫാമിംഗ്. ക്രോപ്സും ലൈഫ് സ്റ്റോക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മിക്സഡ് ഫാമിങ്ങിൻ്റെ ഒരു പോസിബിലിറ്റി ഉള്ളതാണ് അരി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത്. കാരണം ഈ പാടങ്ങളിൽ ഉഴുതു മറിക്കുന്നതിനും റെഡിയാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കാറ്റിൽസ് ഉപയോഗിക്കാം, വളം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാറ്റിൽസിൻ്റെ വേസ്റ്റ് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യം. ദി അൺപോളിഷ്ഡ് റൈസ് ഹാസ് ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ബീയിങ് റിച്ച് ഇൻ വൈറ്റമിൻ എ, ബി ആൻഡ് കാൽസ്യം, വൈൽ പോളിഷ്ഡ് റൈസ് ലാക്സ് ദോസ് വിറ്റമിൻസ്. അത് നമ്മൾ തന്നെ പറയാറില്ലേ മലയാളത്തിലെ പ്രയോഗം, ഈ തവിടുള്ള അരിയുണ്ട്, തവിടില്ലാത്ത അരിയുണ്ട് നമ്മൾ പറയും. ഇപ്പോൾ ഈ ചമ്പാവരി എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുത്തരി, ചമ്പാവരി എന്നൊക്കെ നമ്മൾ പറയുന്ന ഐറ്റം, ഈ പാലക്കാടൻ മട്ട, അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള GI ടാഗൊക്കെ കിട്ടിയ അരിയാണ് പാലക്കാടൻ മട്ടയൊക്കെ. അത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ തന്നെയുണ്ട്. പാലക്കാടിൻ്റെ പേരിൽ പോലും ഉണ്ട് ആ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ.
അപ്പോൾ അങ്ങനെ GI ടാഗ് കിട്ടിയതാണ് പാലക്കാടൻ മട്ടയൊക്കെ. അപ്പോൾ പാലക്കാടൻ മട്ട പോലുള്ള ചമ്പാവരി എന്ന ഗണത്തിൽപ്പെടുന്ന അരികളെ പരിശോധിച്ചാൽ നമുക്കറിയാം അതിൻ്റെ ബ്രാൻ എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ഈ ഒരു അരി എടുത്തു കഴിഞ്ഞാൽ ആ അരിയുടെ മുകളിൽ നമ്മളതിനെ വേവിച്ച് എടുക്കുന്ന സമയത്ത് പുറത്ത് ചുവന്ന നിറത്തിലുള്ള വരകൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ ചുവന്ന നിറത്തിലുള്ള ഞവരയൊക്കെ പോലുള്ള റൈസ് വെറൈറ്റി ഉണ്ട്. അതൊക്കെ പൂർണ്ണമായും ഹൈലി ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്. പൂർണ്ണമായും തവിടിൻ്റെ ആവരണത്തോടു കൂടി തന്നെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചുവന്ന അരിയുമുണ്ട്. അത് വേറെ. ഇത് വെള്ള അരിയിൽ തന്നെ ചുവന്ന വരകളോടൊക്കെ കൂടിയ കാണും. ആ വരയാണ് നമ്മൾ ഈ തവിട് എന്ന രീതിയിൽ വിളിക്കുക. തവിട് എന്ന രീതിയിൽ വിളിക്കുക. തവിട് ആണ് ആക്ച്വലി വൈറ്റമിൻസിൽ റിച്ച് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അതിനകത്ത് ബാക്കി ആ ഒരു വൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞിട്ട് സിംപ്ലി കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ച് മാത്രമാണ് അതിനകത്തുള്ള ആ ഒരു വൈറ്റ് ഏരിയ. അതിൻ്റെ ആ വൈറ്റിൻ്റെ ആവരണത്തിലുള്ള ചുവന്ന വരയുൾപ്പെടെ നിൽക്കുന്ന പ്രദേശമാണ് അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ തവിട് എന്താ പറയുക ഉള്ള തരത്തിലുള്ള ഭക്ഷണം അരി കഴിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചാൽ നമ്മൾ കഴിക്കുന്ന അരി നമുക്ക് വിശപ്പ് മാറ്റുന്നതിന് പുറമെ കുറച്ച് വൈറ്റമിൻസിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒക്കെ ഇൻടേക്ക് കൂടി അതിനോടൊപ്പം നടത്തുന്നു എന്നുള്ളതാണ്. അതിനെയാണ് അൺപോളിഷ്ഡ് റൈസ് എന്ന് വിളിക്കുക. അപ്പോൾ തവിടുള്ള അരികളെ അതായത് നമ്മൾ ഈ ചമ്പാവരി എന്ന് പറയുന്നത് എസെൻഷ്യലി ഇത് അൺപോളിഷ്ഡ് റൈസാണ്. ഇതിൻ്റെ പുറത്തുള്ള കോട്ടിങ്ങിനെ ഒന്നും നമ്മൾ റിമൂവ് ചെയ്യാതെ എടുക്കുന്ന അരി, അതിനെ വിളിക്കുന്ന പേരാണ് അൺപോളിഷ്ഡ് റൈസ്, വിച്ച് ഇസ് ഹൈ ഇൻ ന്യൂട്രീഷണൽ ന്യൂട്രീഷണൽ വാല്യൂവിൽ കൂടുതലാണത്. എന്നാൽ പോളിഷ് ചെയ്ത റൈസ് കിട്ടും. നമ്മുടെ ഈ വെള്ള അരിയില്ലേ, ചോറുണ്ണുമ്പോൾ നമ്മൾ ചില കടയിലൊക്കെ പോയി ചോറ് കഴിക്കുന്ന സമയത്ത് വെള്ള അരി കാണാറുണ്ടല്ലോ, ഒരു തരത്തിൽ നിറമില്ലാതെ നമ്മുടെ എന്താണ് വിളിക്കുന്നത്, നമ്മുടെ സുലേഖ അരി എന്നൊക്കെ പറയുന്ന പോലത്തെ വെള്ള അരി ഉണ്ട്. ആ വെള്ള അരി എന്ന് പറയുന്നത് പോളിഷ്ഡ് റൈസാണ്. അതിൻ്റെ പുറത്തും പണ്ട് തവിട് ഉണ്ടായിരുന്നതാണ്. ആ തവിടിനെ പോളിഷ് ചെയ്യപ്പെട്ട് റിമൂവ് ചെയ്തിട്ട് വന്നതാണ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു ഹങ്കർ, എന്താ പറയുക, ഹങ്കർ ഒരു ഹങ്കർ ഇറാഡിക്കേഷന് വേണ്ടിയിട്ട് അത് ഓക്കെയാണ്. കാരണം നിങ്ങളുടെ വിശപ്പ് മാറും. ഇതാ പോയി കഴിഞ്ഞാൽ എനർജിയും കിട്ടും, കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ വൈറ്റമിൻസോ കാൽസ്യമോ പോലുള്ളവയൊന്നും കിട്ടില്ല. അപ്പോൾ വൈറ്റമിൻ A, B ആൻഡ് കാൽസ്യത്തിൻ്റെ റിക്വയർമെൻറ്റ് വേണമെങ്കിൽ അൺപോളിഷ്ഡ് റൈസ് കൺസ്യൂം ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന മേജർ ഏരിയാസ് ഒന്ന് കാണിച്ചിട്ടുള്ളത് ഒരു ഗ്രാഫാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പ്ലാറ്റ്യൂ റീജിയൻ ഒഴികെ മിക്കവാറും ബാക്കി സ്ഥലങ്ങളിൽ ഇങ്ങനെ ആ റൈസിൻ്റെ കൾട്ടിവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഹിമാലയൻ റീജിയൻസ്, ഗുജറാത്ത്, രാജസ്ഥാൻ പോലുള്ള മരുഭൂമി പ്രദേശങ്ങൾ ഒഴികെ ബാക്കി സമതല പ്രദേശം നോർത്തേൺ പ്ലെയിൻസ് ഹൈലി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയ അത്യാവശ്യം റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കാണാം. വെസ്റ്റേൺ കോസ്റ്റ് കുറവാണ് കേട്ടോ. കർണാടകത്തിൽ കുറച്ച്, കേരളത്തിൽ കുറച്ചൊക്കെ ആയിട്ട് കൾട്ടിവേഷൻ കാണാം. കേരളത്തിലെ പാലക്കാട്, ആലപ്പുഴയും റൈസ് കൾട്ടിവേഷനിൽ മുന്നിൽ നിൽക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കേസാണ്. രണ്ടാമത്തെ ധാന്യം വീറ്റാണ്, ഗോതമ്പ്. അപ്പോൾ അരിയുടെ കാര്യം നമ്മൾ പഠിച്ചു. അരി ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ആരൊക്കെയാണ്? ആദ്യം 4 പേരെയും നമ്മൾ കണ്ടതാണ്, പഠിച്ചതാണ്. 4-5 പേരെ നമ്മൾ കണ്ടതാണ്, പഠിച്ചതാണ്, ഓർത്തിരിക്കുക. രണ്ടാമത്തെ ആൾ ഗോതമ്പാണ്, വീറ്റ്. Wheat is the second most important staple food crop for the Indian population, which is rich in sources like calcium, thiamine, the vitamin B1, riboflavin, vitamin B2 and iron. ഇരുമ്പ്, തയാമിൻ, റൈബോഫ്ലാവിൻ, അതായത് വൈറ്റമിൻ B1, വൈറ്റമിൻ B2, അയൺ, കാൽസ്യം എന്നിവയിൽ റിച്ച് ആണ്. മാത്രമല്ല കമ്പയർഡ് ടു റൈസ്, വീറ്റ് ഇസ് റിച്ച് ഇൻ ഫൈബേഴ്സ്. ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്, നാരിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് ഗോതമ്പിൽ. അപ്പോൾ ഗോതമ്പും അരിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം തന്നെ എനർജിയൊക്കെ മോറോലോ സെയിം. രണ്ടും കഴിച്ചാൽ ഏകദേശം ഒരേ കാലോറിക് വാല്യൂ തന്നെയുള്ളത്. ഗോതമ്പിൻ്റെ കലോറിഫിക് വാല്യൂവും പിന്നെ കലോറിയും അതുപോലെ അരിയുടെ കലോറിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. ബട്ട് ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ ഡയബറ്റിക് പേഷ്യൻസിനോടൊക്കെ ഡോക്ടേഴ്സ് ഗോതമ്പ് ഭക്ഷണം കൂടുതൽ കഴിക്കണം, അരി ഭക്ഷണം കുറയ്ക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. സോ വൈ വീറ്റ് ഇസ് പ്രിഫേർഡ് ബൈ ഡോക്ടേഴ്സ് ഓവർ റൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിലും ഒരേ കലോറിഫിക് വാല്യൂ തന്നെയാണുള്ളത്. എന്നിട്ടും രണ്ടും ഒരേ കലോറി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വീറ്റിന് കൂടുതൽ ഫൈബർ ഉണ്ട്. അപ്പോൾ ഫൈബർ ഇൻസുലിൻ സ്പൈക്സ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എന്താ പറയുക കണ്ടൻറ്റാണ്. ഫൈബേഴ്സ് വിൽ കൺട്രോൾ ദ ഇൻസുലിൻ സ്പൈക്ക്. അപ്പോൾ ഇൻസുലിൻ സ്പൈക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ വല്ലാണ്ട് കൂടാണ്ടൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡയബറ്റിക് വന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ പോലും ഗോതമ്പ് വിഭവങ്ങൾ കൂടുതൽ കഴിക്കുന്നത് ആക്ച്വലി നല്ലതാണ്. അരിനെ അപേക്ഷിച്ച് ഗോതമ്പ് കഴിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അരി കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇഫ് യു ആർ നോട്ട് എ ഡയബറ്റിക് പേഷ്യൻറ്റ് യു ക്യാൻ സിംപ്ലി കൺസ്യൂം റൈസ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. പക്ഷേ ഗോതമ്പിന് അരിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഒരു ഫൈബ്രസ് ലെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഫൈബർ കൂടുതൽ എന്താ പറയുക നമുക്ക് കിട്ടും, ഇൻടേക്ക് കിട്ടും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഗോതമ്പ് പറ്റത്തിൽ എനിക്ക് അരി തന്നെ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അരിയും കഴിക്കുക. അരി ആഹാരം കഴിച്ചതിനോടൊപ്പം ഫൈബർ ഇൻടേക്കും കൂടി ഒന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ആ കാര്യം മാച്ചായി. പിന്നെ ഗോതമ്പ് കഴിച്ച് ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല.
മനസ്സിലായില്ലേ? അപ്പോൾ ഫൈബർ നമ്മുടെ ബോഡിക്കകത്തേക്ക് വേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫൈബർ റിച്ച് ഫുഡൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫൈബറുള്ള ഫുഡ് എങ്ങനെയാണ് സാർ നമ്മൾ അറിയുക, എന്തൊക്കെയാണ് ഈ ഫൈബറുള്ള ഫുഡ് എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഫൈബറുള്ള ഫുഡ് അറിയാൻ വളരെ എളുപ്പമുള്ളൊരു ഒരു ട്രിക്ക്, ഒരു വിദ്യ എന്ന് പറയുന്നത്, കഴിക്കുമ്പോൾ നമുക്ക് അതിൽ ശരിക്കും നാര് തോന്നിക്കണം. അപ്പോൾ നമ്മൾ ഈ ചില കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ച് അതിനകത്തൊക്കെ നമ്മൾ കടിക്കുന്ന സമയത്ത് നാര് പോരും, നാരിങ്ങനെ ഉണ്ടാവും, അതിനകത്ത് ഓരോ നാരുകളുണ്ടാവും, ഫൈബേഴ്സ് നമുക്ക് കാണാൻ പറ്റും, എണ്ണി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫൈബേഴ്സ് അതിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫൈബ്രസ് ആയിട്ടുള്ള ഈ ആഹാരങ്ങൾ കാണുമ്പോൾ തന്നെ ഫൈബറാണെന്ന് തോന്നും. ഒന്ന് മുറിച്ച് വെച്ചാലോ എടുത്താലോ ഒക്കെ കാണാൻ പറ്റുമല്ലോ, ഇതൊക്കെ ഫൈബറാണ്. മാമ്പഴം കഴിക്കുന്ന സമയത്ത്, ചില മാമ്പഴം കഴിക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഒരുപാട് നാരുകൾ ഇങ്ങനെ ഇറങ്ങി വരാറുണ്ട്. അത് ഫൈബർ കണ്ടൻ്റ് ഉണ്ട്, അത് ഫൈബർ റിച്ച് ആണ്, ഫൈബറുള്ള കാര്യം തന്നെയാണ്. പൊതുവേ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഈ റൂട്ടിൽ നിന്ന് വരുന്ന ക്രോപ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ പെടുന്ന ക്രോപ്സൊക്കെ ഫൈബർ റിച്ച് ആയിട്ട് കാണാം. മരിച്ചീനി ആയാലും, അതായത് നമ്മുടെ കപ്പയായാലും മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളായാലും ഒക്കെ പൊതുവേ ഫൈബർ റിച്ച് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നവയുണ്ട്. എന്നാൽ അതിനകത്തും ഫൈബർ റിച്ച് അല്ലാത്തവരും ഉണ്ട്, എന്നാലും മിക്കവാറും ഒക്കെ കാണും ഫൈബർ റിച്ച് ആയിട്ട്. പിന്നെ ഉള്ളത് ഗോതമ്പിൽ നമുക്കറിയാൻ പറ്റില്ല ഫൈബർ ഉള്ളതും ഇല്ലാത്തതും. പക്ഷേ ഗോതമ്പിൻ്റെ ക്രോപ്പ് നിങ്ങളിപ്പോൾ ഈ എടുത്തിട്ടിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ, ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അരിയേക്കാൾ താരതമ്യേന കൂടുതലൊരു ഫൈബ്രസ് നേച്ചർ നമുക്ക് തോന്നിക്കും ഈ ഒരു കതിരെടുത്ത് നോക്കുന്ന സമയത്ത്, ഗോതമ്പിൻ്റെ കതിരെടുത്ത് നോക്കുന്ന സമയത്ത്. അത് വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കുറേ ലിസ്റ്റ് കിട്ടും, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ക്രോപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. നല്ലതാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് താരതമ്യേന മറ്റതിനെ അപേക്ഷിച്ച്. സോ വീറ്റ് ഇസ് പ്രിഫേർഡ് സ്റ്റേപ്പിൾ ക്രോപ്പ് ഇൻ ദി നോർത്തേൺ ആൻഡ് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി കൺട്രി. ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലും വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഫുഡിനെന്ന് പറയുന്നത് വീറ്റ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ വീറ്റിൻ്റേതായ പറാത്താസ്, റൊട്ടീസ്, അതുപോലെ പിന്നെ ചപ്പാത്തി, ഓക്കെ, ഈ ചപ്പാത്തി റൊട്ടി എന്നാണ് പൊതുവെ അവർ വിശേഷിപ്പിക്കുക. ഇതൊക്കെ ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ കിട്ടുക. അതിപ്പോൾ ലഞ്ചിനായാലും ഒക്കെ ഈ താലി മീൽസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഞ്ചാബിലോ അല്ലെങ്കിൽ ഹരിയാനയിലോ അല്ലെങ്കിൽ യു പിയിലൊക്കെ പോയിട്ടൊരു താലി മീൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോറ് കിട്ടും, അതിനോടൊപ്പം തന്നെ ഗോതമ്പിൻ്റെ ഒരു ചപ്പാത്തിയും കൂടിയൊക്കെ ഒക്കെ ചേർത്തിട്ടാവും വരെ ഇവിടെയും കിട്ടും. ഇപ്പോൾ കേരളത്തിലൊക്കെ പോയാലും അത് വാങ്ങാൻ പറ്റും, കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു മിക്സഡ് ആയിട്ടായിരിക്കും ഈ സംഗതികൾ കൊണ്ടുവരിക. മാത്രമല്ല നമ്മൾ കഴിക്കണ മാതിരിയല്ല. പഞ്ചാബി ഹൗസ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അച്ചാറും ചപ്പാത്തിയും കൂടി കഴിക്കുക, അല്ലെങ്കിൽ തൈരും ചപ്പാത്തിയും കൂടി കഴിക്കുക, അല്ലെങ്കിൽ ബട്ടറും ചപ്പാത്തിയും കൂടി കഴിക്കുക. ഇതൊക്കെയാണ് അവരുടെ ഭക്ഷണ രീതി. ഒരു കറി ഉണ്ടെങ്കിലേ, സബ്ജി ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ എന്നുള്ള നിർബന്ധം അങ്ങനെയൊന്നുമില്ല എന്നുകൂടി അറിഞ്ഞിരിക്കാം നമുക്ക്. അപ്പോൾ അതായത് ബേസിക്കലി ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് വടക്കൻ ഇന്ത്യക്കാരും അതുപോലെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യക്കാരും ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വീറ്റിനെയാണ്. വീറ്റ് ഒരു റാബി ക്രോപ്പാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് താരതമ്യേന എനിക്ക് റൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ഹ്യൂമിഡ് ആയിട്ടുള്ളതല്ലാത്ത, അത്ര ചൂടില്ലാത്ത, കുറച്ചുകൂടി തണുത്ത സാഹചര്യം തന്നെയാണ് ആർക്ക് ആവശ്യം, വീറ്റിന് ആവശ്യം. മോഡറേറ്റ് റെയിൻഫോൾ ആണ്. വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ല എന്നല്ല, പക്ഷേ മോഡറേറ്റ് റെയിൻഫോൾ റിക്വയർമെൻറ്റേ ഉള്ളൂ. അരിൻ്റെ അത്ര ഇൻറ്റൻസീവ് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ ആവശ്യകത ആർക്ക് വരുന്നില്ല, വീറ്റിന്, ഗോതമ്പിന് വരുന്നില്ല. Although it is highly adaptable and can be grown in the tropics, yields are generally lower in tropical region. Subtropical ആണ് കൂടുതൽ നല്ലത് കേട്ടോ. മിതോഷ്ണ മേഖലയിലാണ് കൂടുതൽ ഗോതമ്പിൻ്റെ വിളവ് അല്ലെങ്കിൽ ഉൽപ്പാദനം കാണാൻ പറ്റുക. നേരത്തെ ട്രോപ്പിക്കൽ മേഖലയിൽ കാണാൻ പറ്റായികയൊന്നുമില്ല. ട്രോപ്പിക്കൽ മേഖലയിലും കൃഷി ചെയ്യാം, ഉൽപ്പാദനവും നടക്കും. അതൊരു കേരളത്തിൽ വേണമെങ്കിലും ഗോതമ്പ് കൃഷി ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്നാ പറയുന്നത്. പക്ഷേ കൂടുതൽ ഉൽപ്പാദനം ഉത്തർപ്രദേശിലായിരിക്കും നടക്കുക, അല്ലെങ്കിൽ പഞ്ചാബിലായിരിക്കും നടക്കുക എന്നുള്ളതാണ്. Wheat is a rabi crop that requires a cool and less moist climate. ഞാൻ പറഞ്ഞു, വേണ്ട കണ്ടീഷൻസ് അത്യാവശ്യം വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള, നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ, വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ക്ലേ ലോം അല്ലെങ്കിൽ സോയിലുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചേഴ്സ് ഒരു 10 to 15 ഡിഗ്രി സെൽഷ്യസ്, റൈപ്പനിങ് സമയത്ത് അല്ലെങ്കിൽ ഹാർവസ്റ്റിംഗ് സമയത്ത് ഒരു 20 to 25 ഡിഗ്രി സെൽഷ്യസ്, റെയിൻഫോൾ ഒരു 75 to 100 സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ കിട്ടിയാൽ അനുയോജ്യമാണ്. ഈ വീറ്റിൻ്റെ പ്രൊഡക്ഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്, ഫോളോഡ് ബൈ പഞ്ചാബ്. ഇപ്പോൾ ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്ന രീതിയിലാണ് ആ വീറ്റ് പ്രൊഡക്ഷൻ്റെ ആ ഒരു റാങ്കിങ് നിൽക്കുന്നത് മനസ്സിലാക്കാം. ഇവിടെ നോക്കിയാലും കാണാം നമുക്ക് വീറ്റ് പ്രൊഡക്ഷനിൽ നിൽക്കുന്നത് ഏകദേശം വടക്കേ ഇന്ത്യ തന്നെയാണ്, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യ തന്നെയാണ്. ബാക്കിയുള്ള ഇടങ്ങളിൽ പൊതുവെ ഇങ്ങനെ വീറ്റ് പ്രൊഡക്ഷൻ കാണാനില്ല എന്നുള്ളതാണ്. ഓക്കെ, India is the second largest producer of wheat also after China, and it is the second most important cereal crop and the main food crop in north and northwestern India. നമ്മൾ കണ്ടു. അപ്പോൾ വീറ്റിൻ്റെ കാര്യത്തിലും രണ്ടാമത്തെ ഏറ്റവും വലിയ ഉൽപ്പാദകരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അരിയുടെയും വീറ്റിൻ്റെയും ഗോതമ്പിൻ്റെയും കാര്യത്തിൽ രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പാദകരാണെന്ന് വ്യക്തം. ക്ലിയർ അല്ലേ? യെസ്. മൂന്നാമത്തെ ആൾ മെയ്സ് ആണ്, അതായത് ചോളം. ചോളത്തെ പറ്റി എന്താ മനസ്സിലാക്കാനുള്ളത്? Maize, often known as Indian corn, is globally recognized as the queen of cereals due to its high genetic yield potential among cereals. Cerealsൽ
ഏറ്റവും കൂടുതൽ ഈൽഡ് തരാനുള്ള പൊട്ടൻഷ്യലുള്ള ക്രോപ്പാണ് ഈ മെയ്സ് എന്ന് പറയുന്നത്, ചോളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിറിയൽസിൻ്റെ റാണി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് മെയ്സിനെയാണെന്ന് പറയും. അതുമാത്രമല്ല, ഇപ്പോൾ സാധാരണഗതിയിൽ മറ്റ് ചോളങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് സിറിയൽസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സിറിയൽ എന്ന് പറയുന്നതും മെയ്സ് തന്നെയാണെന്ന് പറയാം. കുറച്ചുകൂടിയൊക്കെ പെസ്റ്റ് റെസിസ്റ്റൻസ് കൂടുതലാണ് ഇതിന്. In India, maize is the third most important food crop after rice and wheat, and it serves as both food as well as fodder. മനുഷ്യന് കഴിക്കേണ്ട ആഹാരമായിട്ടും കന്നുകാലികളുടെ തീറ്റയായിട്ടും മെയ്സിന് ഒരുപോലെ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരുപോലെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. Beyond being a staple food for humans and quality animal feed, maize is a key raw material for various industrial products as well. അല്ലേ, ഒരുപാട് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ലൈക്ക് ഓയില്, സ്റ്റാർച്ച്, പ്രോട്ടീൻ, ആൽക്കഹോളിക് ബിവറേജസ്, ഫുഡ് സ്വീറ്റ്നേഴ്സ്, ഇങ്ങനെയുള്ള കോസ്മെറ്റിക്സ്, ഫിലിംസ്, ടെക്സ്റ്റൈൽ, ഗം, പാക്കേജിങ്, പേപ്പർ ഇൻഡസ്ട്രീസ്, പശ ഉണ്ടാക്കുന്നതിന്, ഫാർമസ്യൂട്ടിക്കൽസിനകത്ത്, ഇങ്ങനെ ഒരുപാട് ഏരിയകളിൽ ഉപയോഗിക്കുന്നു, ഈ കോണിനെ അല്ലെങ്കിൽ മെയ്സിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോയിൽ ടൈപ്പ് ക്ലേ അല്ലെങ്കിൽ സാൻഡി ലോമാണ്, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ബ്ലാക്ക് ലോം ആയാലും കുഴപ്പമില്ല. ലോം മീൻസ് ഇവിടെ സോയിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ ഒരു 22 to 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അത്യുത്തമം. റെയിൻഫോൾ ഒരു 50 to 90 സെൻറ്റിമീറ്റേഴ്സ് ലെസ് ദാൻ. ഇപ്പോൾ വീറ്റിന് കിട്ടുന്നതിനേക്കാൾ കുറവ് മഴ മതി ആർക്ക്, മെയ്സിന്, ചോളം കൾട്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ മെയ്സ് പ്രൊഡക്ഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം നമുക്കറിയാം കർണാടകയാണ്, ശേഷം മഹാരാഷ്ട്രയാണ്, പിന്നെ മധ്യപ്രദേശ്, പിന്നെ തമിഴ്നാട്, അത് കഴിഞ്ഞാൽ തെലുങ്കാന. ഈ മെയ്സ് ഉപയോഗിക്കുന്നതിൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ കൺസെപ്ഷൻ്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ദ സ്റ്റേറ്റ് ഓഫ് കർണാടക ഈസ് അറ്റ് ദി ഫോർ ഫ്രണ്ട് ഓഫ് മെയ്സ് പ്രൊഡക്ഷൻ ഇന്ത്യ, കോൺട്രിബ്യൂട്ടിംഗ് ടു 16.45% ഓഫ് ദി ടോട്ടൽ ഈൽഡ്. ടോട്ടൽ ചോളത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ 16.45% കൈകാര്യം ചെയ്യുന്നത് കർണാടക എന്ന സംസ്ഥാനമാണ്. ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ചോളത്തിൻ്റെ ലീഡിംഗ് പ്രൊഡ്യൂസർ. അതുകൊണ്ട് ആരാണെന്ന് പറയാം, കർണാടകമാണെന്ന് പറയാം. സോ ഇതിൻ്റെ യൂസേജ് പാറ്റേൺ ഒന്ന് നോക്കി. പൗൾട്രി ഫീഡായിട്ടാണ് 47% ഓഫ് ദ മെയ്സ് ഇസ് കൺസ്യൂംഡ്. കണ്ടോ, 47% ഉപയോഗിക്കുന്ന പൗൾട്രി ഫീഡ്, അത് കോഴിത്തീറ്റയായിട്ട് ഉപയോഗിക്കുവാണ്. ദെൻ സെക്കൻഡ് ലാർജസ്റ്റ് കൺസപ്ഷൻ വരുന്നത് കാറ്റിൽ ഫീഡാണ്. 13% യൂട്ടിലൈസ്ഡ് ആസ് കാറ്റിൽ ഫീഡ്. പിന്നെ സ്റ്റാർച്ചിന് വേണ്ടിയിട്ട്, നമ്മുടെ ഈ മൊളാസസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് സ്റ്റാർച്ചിന് വേണ്ടിയിട്ട് 14%, പ്രോസസ്ഡ് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 7%, പിക്കോൺ, നമ്മൾ മറ്റേ പോപ്കോൺ എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഫുഡായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്നത് 13%. കോണിന് നേരിട്ട് ഫുഡായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്നത് 13% മാത്രമേ ഉള്ളൂ. എക്സ്പോർട്ടും മറ്റെല്ലാം കൂടി ചേർത്ത് 6% വരുന്നുണ്ട് ടോട്ടൽ പ്രൊഡക്ഷൻ്റെ. അപ്പോൾ ചോളം ഈ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ മെജോറിറ്റി ഷെയറും പോകുന്നത് പൗൾട്രി ഫീഡായിട്ടാണ്, 47%. ദെൻ കംസ് കാറ്റിൽ ഫീൽഡ്. അപ്പോൾ കാറ്റിൽ ഫീൽഡും പൗൾട്രി ഫീൽഡും കൂടി ചേരുമ്പോൾ തന്നെ 60% മെയ്സിൻ്റെ ഉപയോഗവും അല്ലെങ്കിൽ ഉൽപ്പാദനവും കൺസ്യൂം ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനകത്ത് മഹാരാഷ്ട്രയെ കിടക്കും. മഹാരാഷ്ട്ര കഴിഞ്ഞ് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ മഹാരാഷ്ട്ര മുന്നിൽ വരും, ചിലപ്പോൾ മധ്യപ്രദേശ് മുന്നിൽ വരും, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നിലവിൽ നമ്മളിപ്പോൾ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് മധ്യപ്രദേശ് തന്നെയാണ് കേട്ടോ. മധ്യപ്രദേശാണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് വരിക. അപ്പോൾ 11.37% ഓഫ് ഓവറോൾ മൈസ് പ്രൊഡക്ഷൻ വരുന്നത് മധ്യപ്രദേശിൽ നിന്ന്. തേർഡ് സ്ഥാനത്ത്, മൂന്നാം സ്ഥാനത്ത് വരിക മഹാരാഷ്ട്രയാണ്, 10.91. വലിയ കണ്ടോ, അതാണ് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ 10.91 ആയി, അതായത് 11 അടുപ്പിച്ചായി. ഇവിടെ 11.3 ഉള്ളൂ. ഒരു 0.3 വ്യത്യാസം, അല്ലെങ്കിൽ ഒരു 0.4 0.35 വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ. സോ പല വർഷത്തിലും ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് കാണാറുണ്ട്. സോ അതുകൊണ്ടൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ അവസാനം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് ആരാണ് ഇപ്പം മുന്നിൽ നിൽക്കുന്നതെന്ന് ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്തിട്ട് തന്നെ പോയാൽ മതിയാവുള്ളൂ. നമ്മൾ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ളതായിരിക്കില്ല ഒരു പക്ഷേ. ചിലപ്പോൾ മധ്യപ്രദേശാണ് മുന്നിൽ നിൽക്കുന്നത്, രണ്ടാം സ്ഥാനം നിൽക്കുന്നത്, മൂന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. ചിലപ്പോൾ അടുത്ത വർഷം നോക്കുന്ന സമയത്ത് നേരെ തിരിയും. ചിലപ്പോൾ മഹാരാഷ്ട്ര പോയിട്ട് മധ്യപ്രദേശ് താഴെ വരാനും സാധ്യതയൊക്കെ ഉണ്ട്. ബിക്കോസ് ചെറിയ റേഞ്ചിൽ മാത്രം വ്യത്യാസമുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് നമുക്ക് എന്താ പറയുക, ആ ഡിഫറൻസ് നമുക്ക് ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ്സിൽ നമ്മളിത് കാണുമ്പോൾ മധ്യപ്രദേശ് സാറ് രണ്ടാമത് പറഞ്ഞു, മഹാരാഷ്ട്ര മൂന്നാമത് പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ ഗൂഗിളിനോട് നോക്കിയപ്പോൾ ഗൂഗിൾ പറയുന്നത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്, മൂന്നാം സ്ഥാനത്താണ് മധ്യപ്രദേശ്. അപ്പോൾ സാറ് പറഞ്ഞത് തെറ്റിയല്ലോ എന്നല്ല, സാറ് പറയുന്ന സമയത്തുള്ളത് വാല്യൂ ഞാനതൊന്നുകൂടി ഇപ്പോൾ ഒന്ന് കൺഫേം കൂടി ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശാണ് നിലവിൽ രണ്ടാം സ്ഥാനത്ത്, മൂന്നാം സ്ഥാനത്താണ് മഹാരാഷ്ട്ര ഉള്ളത്. ഇനി ഞാൻ പറഞ്ഞ പോലെ പിന്നീട് വേണമെങ്കിൽ ദിസ് മൈറ്റ് ഗെറ്റ് ചേഞ്ച് ബിക്കോസ് വെരി വെരി സ്മോൾ ഡിഫറൻസ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറുതായതുകൊണ്ട് ദിസ് ക്യാൻ ആക്ച്വലി വേരീസ്. ഓക്കെ, അപ്പോൾ വേൾഡ് വൈഡ് മെയ്സ് പ്രൊഡക്ഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ 7th ലാർജസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നതും കാണാൻ സാധിക്കും. ദിസ് ഓൾസോ ക്യാൻ ചേഞ്ച്. അടുത്തയാൾ പരുത്തിയാണ്, കോട്ടൺ.
കോട്ടൺ ഇന്ത്യ അങ്ങനെ വളരെ എന്താ പറയുക വിപുലീകരിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. ദിസ് ഇസ് റീജിയൻ സ്പെസിഫിക്. ഇന്ത്യ ഇസ് ദി ഒൺലി കൺട്രി ഇൻ ദ വേൾഡ് ദാറ്റ് കൾട്ടിവേറ്റ്സ് ഓൾ 4 സ്പീഷീസ് ഓഫ് കോട്ടൺ. കോട്ടൺ ഏകദേശം 4 സ്പീഷീസുകൾ പറയാറുണ്ട്. ഏഷ്യൻ കോട്ടൺ, ഈജിപ്ഷ്യൻ കോട്ടൺ, അമേരിക്കൻ അപ്ലാൻഡ് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഏഷ്യൻ കോട്ടണും ഒരു ടൈപ്പ് ഈജിപ്ഷ്യൻ കോട്ടണും പിന്നെ ഒരു ടൈപ്പ് അമേരിക്കൻ അപ്ലാൻഡ് കോട്ടൺ എന്ന് പറയുന്ന ഒരു ടൈപ്പ് കോട്ടൺ ഉണ്ട്. ഇതാണ് 4 സ്പീഷീസിലുള്ള കോട്ടൺ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ. ലോകത്തിലാകെ ഈ 4 പ്ലാന്റും അല്ലെങ്കിൽ 4 സ്പീഷീസിനെയും കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണെന്നാണ് പറയുന്നത്. ഇന്ത്യ ഇസ് ദി ഒൺലി കൺട്രി ഇൻ ദ വേൾഡ് ദാറ്റ് കൾട്ടിവേറ്റ്സ് ഓൾ 4 സ്പീഷീസ് ഓഫ് കോട്ടൺ. അതൊരു പ്രത്യേകത തന്നെയാണ്, നോട്ട് ചെയ്ത് വെക്കേണ്ടത് തന്നെയാണ്. Cotton is a crucial fiber crop and its seeds are usually in Vanaspati industry, used in Vanaspati industry and as a fodder for milch cattle. കാറ്റിലിന് വേണ്ടിയിട്ട് ഫോഡറായിട്ട് ഇതിൻ്റെ പരുത്തി വിത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ വനസ്പതി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പരുത്തിയുടെ കുരു വിത്തുകൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കോട്ടൺ കൾട്ടിവേഷൻ്റെ കണ്ടീഷൻസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് ബ്ലാക്ക് സോയിലാണ് ഏറ്റവും അനുയോജ്യവും അഭികാമ്യവുമായിട്ട് കോട്ടൺ കൾട്ടിവേഷന് വേണ്ടിയിട്ട് കരുതുക. എന്നിരുന്നാലും ബ്ലാക്ക് സോയിൽ മാത്രമല്ലാണ്ട് റെഡിലും ലാറ്ററൈറ്റ് അലൂവിയൽ സോയിലുകളിലും കോട്ടൺ കൾട്ടിവേഷൻസ് ചെയ്യാറൊക്കെയുണ്ട്. പക്ഷേ ഉൽപ്പാദനം കുറവായിരിക്കും. ഒരു 21 അല്ലെങ്കിൽ 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയും 50 മുതൽ 100 സെൻറ്റിമീറ്റർ വരെയുള്ള അല്ലെങ്കിൽ അതിനിടയിലുള്ളൊരു മഴ ലഭ്യതയും ഉണ്ടെന്നുണ്ടെങ്കിൽ പരുത്തി കൃഷി അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ 2024 കോട്ടൺ പ്രൊഡക്ഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ പരിശോധിച്ചപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. 27% പ്രൊഡക്ഷൻ. മഹാരാഷ്ട്ര 23%, 3 തെലങ്കാന 16%, 4 രാജസ്ഥാൻ 8%, 5 കർണാടക. അപ്പോൾ ആദ്യത്തെ ഒരു 4-5 പേരെ ഒന്ന് ഓർത്തിരുന്നാൽ മതി നിങ്ങൾ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന, രാജസ്ഥാൻ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന, രാജസ്ഥാൻ. GMTR കേട്ടിട്ടുണ്ട് അല്ലേ? MCR എന്ന് പറയുന്ന പോലെ GMTR. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന, തെലങ്കാന, രാജസ്ഥാൻ ആണ് ആദ്യത്തെ 3 സ്ഥാനങ്ങളിലായിട്ട് നിൽക്കുന്ന പിന്നെ സംസ്ഥാനങ്ങൾ കോട്ടൺ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ. ദെൻ കംസ് ജൂട്ട്, ചണം. ഈ പണ്ട് ചണത്തിൻ്റെ ആവശ്യകത കുറച്ചുകൂടി കൂടുതലായിരുന്നു. ഇന്ന് താരതമ്യേന ജൂട്ടിൻ്റെ ആവശ്യകതകൾ കുറയുന്നുണ്ട്. ബിക്കോസ് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സൊക്കെ വേറെ ഒരുപാട് രംഗപ്രവേശം നടത്തിയിട്ടുണ്ട്, കുറച്ചുകൂടിയൊക്കെ ഈ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളവ. അപ്പോൾ ഈ നാച്ചുറൽ ഫൈബറിന് ഒരു ചെറിയ അടിവെട്ടിയിട്ടുണ്ടെന്ന് ഒരു പരിധി വരെ പറയാം. ബട്ട് ജൂട്ട് ഇസ് ഇന്ത്യസ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൈബർ ക്രോപ്പ് ആഫ്റ്റർ കോട്ടൺ. കോട്ടൺ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈബർ ക്രോപ്പ് എന്ന് പറയുന്നത് ജൂട്ട് തന്നെയാണ്. ഇന്നും സംശയമൊന്നും വേണ്ട. ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചറിങ് ഓഫ് ഗണി ബാഗ്സ്, റോപ്പ്, കാർപ്പറ്റ്, റഗ്, ടാർപോളിൻ ആൻഡ് മോർ അല്ലേ. നമ്മൾ ജിയോ ടെക്സ്റ്റൈൽസ് നിർമ്മിക്കുന്നതിന് വേണ്ടി, ഭൂവസ്ത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി, ഭൂമിയിൽ മണ്ണൊക്കെ അടിക്കുന്ന സമയത്ത് ആ മണ്ണ് ഒലിച്ചു പോകാണ്ട് അതിനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടൊക്കെയുള്ള ചില ഈ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിനാണ് ഭൂവസ്ത്രം അല്ലെങ്കിൽ ജിയോ ടെക്സ്റ്റൈൽ എന്ന് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ജിയോ ടെക്സ്റ്റൈലുകൾ നിർമ്മിക്കുന്ന കാർപ്പറ്റുകൾ, ചവിട്ടികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, ചവിട്ടുമെത്തകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, മെത്തകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, നമുക്ക് കിടന്നുറങ്ങുന്ന മെത്തകൾ പണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി, കയറ് നിർമ്മിക്കുന്നതിന് വേണ്ടി, പിന്നെ എന്താ പറയുക നമ്മുടെ ചണ സഞ്ചികൾ, ചാക്ക് നിർമ്മിക്കുക അല്ലേ. നമ്മൾ ഈ പലചരക്ക് കടകളിലൊക്കെ പോയി ഇഷ്ടംപോലെ ഈ ചണച്ചാക്ക് കിട്ടും. ഈ വസ്തുക്കളൊക്കെ നിറച്ച് ഒരിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഗണി ബാഗ്സ്, ചാക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ജൂട്ട് വിപുലീകരിക്കപ്പെട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. There is a great demand for jute due to its low price, softness and strength. However, introducing synthetic alternatives has led to the declining demand of jute. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. സാധാരണഗതിയിൽ ജൂട്ടിൻ്റെ വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഒരു ചാക്ക് സവോള വാങ്ങുമ്പോൾ സവോള ഇതുപോലെ ഈ ജൂട്ട് നമ്മുടെ ചണച്ചാക്കിനകത്തൊക്കെ നിറച്ച് സവോള തരുമ്പോൾ ഒരു ചാക്ക് ഇത്ര ഒരു 50 കിലോ സവോള വാങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാക്കിൻ്റെ വില ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് ജൂട്ടിൻ്റെ മെറ്റീരിയൽ കിട്ടാറുണ്ട്. എന്നാൽ അതിലും തുച്ഛമായ വിലയ്ക്ക് അതിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സിന്തറ്റിക് മെറ്റീരിയൽസും പ്ലാസ്റ്റിക് ചാക്കുകളും ഒക്കെ വന്നപ്പോൾ ജൂട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. ജൂട്ട് വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നുമല്ല, വെള്ളം നനയാൻ നനയും. അപ്പോൾ നമ്മൾ ഈ സവോള ഈ പിന്നെ ചണച്ചാക്കിനകത്ത് നിറച്ച് ഒരിടത്തുനിന്നും ഒരു ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ മഴ പെയ്ത് വെള്ളം നനഞ്ഞാൽ സവോള മുഴുവനും നനയും, ജൂട്ടിനകത്തേക്ക് വെള്ളം പിടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് ഈ സിന്തറ്റിക് ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ കടന്നു വരികയും അത്തരം ബെനിഫിറ്റ്സ് ഓഫർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജൂട്ട് ഒരു 5-6 തവണ കുത്തി തെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ലൂസാവുക പറയുന്ന പരിപാടികളുണ്ടാവും. സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിന് അത്ര പ്രശ്നം വരത്തില്ല, വീണ്ടും കുറച്ചുകൂടി കാലം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ലാഭകരമായിട്ട് സിന്തറ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ജൂട്ടിൻ്റെ എന്താ പറയുക ഒരു യൂസേജ് നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരല്പം കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജൂട്ട് ഇസ് ജനറലി സോൺ ഇൻ ഫെബ്രുവരി ആൻഡ് ഹാർവസ്റ്റഡ് ഇൻ ഒക്ടോബർ. ടേക്സ് അബൌട്ട് 8 to 10 months ടു മെച്യൂർ. ഒരു 8 മുതൽ 10 മാസം വരെ ഏകദേശം ഒരു വർഷത്തോളം അടുപ്പിച്ചെടുത്തിട്ടാണ്
ജൂട്ടിൻ്റെ ഒരു എന്താ പറയുക ഉൽപ്പാദനം നടത്തുന്നതാണ്. ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ വിത്ത് വിതച്ചാൽ ഒരു ഒക്ടോബറൊക്കെ ആകണം അത് ഒന്ന് കൊയ്ത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ്. അലുവിയൽ സാൻഡ് സോയിൽ ആർ ബെസ്റ്റ് ഫോർ ജൂട്ട് കൾട്ടിവേഷൻ. ഏറ്റവും നല്ലത് എക്കൽ മണ്ണ് തന്നെയാണ്. ലൈക്ക് കോട്ടൺ, jute also rapidly exhausts the fertility of the soil, making it necessary to replenish the soil annually with silt-laden flood water from rivers. കാരണം ഈ അലുവിയൽ സോയിലുള്ള എന്താ പറയുക ന്യൂട്രിയൻസിനെയൊക്കെ പെട്ടെന്ന് വലിച്ചെടുത്ത് തീർക്കുന്ന ഒരു പരിപാടി കോട്ടനെ പോലെ തന്നെ ജൂട്ടിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഈ പാടം ഒരുക്കുക എന്ന് പറയുന്നൊരു ന്യൂട്രിയൻ റിച്ചാക്കി മാറ്റുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടെമ്പറേച്ചർ അബൌട്ട് 25 to 35 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും ഒരു 120 മുതൽ 150 സെൻറ്റിമീറ്റർ ഒക്കെ മഴയും അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റിയുമുള്ള കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ ജൂട്ട് നല്ലപോലെ തഴച്ചു വളരാൻ സാധിക്കുന്നതാണ് പറയാൻ സാധിക്കുന്നത്. ജൂട്ട് കൾട്ടിവേഷൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ സ്റ്റേറ്റ്സിൽ മുന്നിൽ നിൽക്കുന്നത് വെസ്റ്റ് ബംഗാളാണെന്ന് പറയാം, അബൌട്ട് 81%. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബീഹാർ, മൂന്നാം സ്ഥാനത്ത് അസാമുമാണ്. അപ്പോൾ ജൂട്ടിൻ്റെ പ്രൊഡക്ഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ ഷെയറാണ് പശ്ചിമ ബംഗാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കി 81, ഏകദേശം 81, ദിസ് നമ്പർ മൈറ്റ് വാരി. ഏകദേശം 80% വരുന്ന പ്രൊഡക്ഷൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് മാത്രമാണ് ജൂട്ടിൻ്റെ ചണത്തിൻ്റെ. ആലോചിച്ച് നോക്കിയേ. സെക്കൻഡ് 8.6% ഉള്ളത് ബീഹാറാണ്. പിന്നെ ഉള്ളത് ആസാമും, ഏകദേശം 7.25% ആസാമിൽ നിന്നുമാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് പ്രധാനമായിട്ട്. ബാക്കി സ്ഥലങ്ങളിലൊന്നും ഇല്ല എന്നല്ല, ബാക്കിയുള്ളിടങ്ങളിലുണ്ട്. പക്ഷേ വീണ്ടും ഇതിലും ചെറിയ ക്വാണ്ടിറ്റീസിൽ ബാക്കി സ്ഥലങ്ങളിലെ പലയിടങ്ങളിലുമായിട്ട് ജൂട്ട് കൾട്ടിവേഷൻ കാണാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ ടേബിൾ ഒന്ന് നോക്കാം. റൈസ്, വീറ്റ് സീസൺ. റൈസ് ഖാരിഫാണ്, വീറ്റ് റാബിയാണ്. ടെമ്പറേച്ചർ റൈസിന് ഒരു 20 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ. ഇതിപ്പോൾ ഒരു സമ്മിങ് അപ്പാണ് നമ്മൾ പറഞ്ഞു വന്നത് കേട്ടോ, ഓരോ ക്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. വീറ്റിന് 10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് മതി എന്നാണ് സൂചിപ്പിക്കുന്നത് ടെമ്പറേച്ചർ. അപ്പോൾ കൂടുതൽ ആർക്കാണ് വേണ്ടത്? റൈസ്. അപ്പോൾ തമ്മിൽ കമ്പയർ ചെയ്തേക്കുക. റൈസിന് വേണ്ടത് മോർ ദാൻ 100 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് റെയിൻ, വെറസ് വീറ്റ് റിക്വയർസ് 50 to 75 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ റെയിൻഫോൾ അല്ലെങ്കിൽ വാട്ടർ റെയിൻഫോൾ. സോയിൽ ടൈപ്പ് അലൂവിയലും ഹെവി ക്ലേയിലുമാണ്. വെൽ ഡ്രൈൻഡ് ലോ മോർ ക്ലേ, അത് തന്നെയാണ്. സോയിലിൻ്റെ ടൈപ്പിൽ വ്യത്യാസമൊന്നും പറയാനൊന്നുമില്ല കേട്ടോ കാര്യമായിട്ട്. വീറ്റിനും റൈസിനൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ. ടോപ്പ് 5 പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ലേ നമ്മുടെ വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. അതാണ് ഇതിൻ്റെ ട്രെൻഡ് റാങ്കിങ്ങിൽ. വീറ്റിൻ്റെ കാര്യത്തിൽ UP, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നായിരുന്നു ട്രെൻഡ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ അരിയുടെ കാര്യത്തിൽ ചൈനയാണ്. ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഇന്ത്യയാണ്. ഗോതമ്പിൻ്റെ കാര്യത്തിൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ചൈന തന്നെയാണ്. ലാർജസ്റ്റ് എക്സ്പോർട്ടർ പക്ഷേ റഷ്യയാണ്, ഇന്ത്യ അല്ല. അപ്പോൾ ഇന്ത്യ രണ്ടാമത്തെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ തന്നെയാണെന്ന് മനസ്സിലാക്കുക. വെറൈറ്റീസ് നമ്മുടെ ബസുമതി റൈസ്, IR8, അമൻ ഹൗസ് ബോറോനെയൊക്കെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ട്. ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, അസം പോലുള്ള ഇടങ്ങളിൽ ഒരു വർഷം തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന റൈസ് വെറൈറ്റികളാണ് അമനും ഹൗസും ബോറോയും ഒക്കെ. അതുപോലെ വീറ്റിൻ്റെ കാര്യത്തിൽ പൊതുവെ വീറ്റിൻ്റെ പേരുകൾ നമുക്ക് അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ. കല്യാൺ സോന, PBW 343, സൊണാലിക, ഇതൊക്കെ ഗോതമ്പിൻ്റെ വെറൈറ്റി പേരുകൾ കേട്ടാൽ ഓർത്തോണം കേട്ടോ. സൊണാലിക എന്ത് തരത്തിലുള്ള ക്രോപ്പാണെന്ന് ചോദിച്ചാൽ അത് വീറ്റാണ്. ഓക്കെ, സൊണാലിക വീറ്റാണ്, ഒരാളുടെ പേര് പോലെയാണ് സൊണാലിക. അതുപോലെ കല്യാൺ സോന എന്ന് പറയുന്നതും സ്വർണ്ണത്തിൻ്റെ നിറമുള്ളത് ഗോതമ്പല്ലേ, അതുകൊണ്ട് കല്യാൺ സോന ഗോതമ്പാണ്. അങ്ങനെയും ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക്. ഓക്കെ, തീർന്നിട്ടില്ല. മെയ്സ്, കോട്ടൺ, ജൂട്ട് ഒന്ന് പരിശോധിച്ചാൽ ഫുഡ് ആൻഡ് ഫോഡറായിട്ട് മെയ്സിനെ നമ്മൾ കണക്കാക്കുന്നു. കോട്ടൺ ഫൈബർ അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്പ് എന്ന് കണക്കാക്കുന്നു. ജൂട്ടും അതുപോലെ തന്നെ ഫൈബർ ക്രോപ്പായിട്ട് തന്നെ കണക്കാക്കുന്നവനാണ്. മെയ്സ്, ചോളത്തിൻ്റെ ഉൽപ്പാദനം 21 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് താപനില അനുയോജ്യം. കോട്ടന് 21 മുതൽ 30 ഡിഗ്രി, ഏകദേശം സെയിം. ജൂട്ടിനും 24 മുതൽ 35 വരെ. കുറച്ചുകൂടി താരതമ്യേന ചൂട് കൂടുതൽ വേണ്ടയാൾ ജൂട്ടാണ്. ചൂട് മാത്രമല്ല, വാട്ടർ, മഴയും ഹ്യൂമിഡിറ്റിയും കൂടുതൽ വേണ്ടയാൾ ജൂട്ടാണ് ഈ കൂട്ടത്തിൽ. മെയ്സിൻ്റെ കാര്യത്തിൽ മഴ 50 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മതി. അതേ കണ്ടീഷൻ തന്നെയാണ് കോട്ടൻ്റെ കാര്യത്തിൽ. പക്ഷേ ജൂട്ട് വരുന്ന സമയത്ത് ഏകദേശം 100 മുതൽ 150 സെൻറ്റിമീറ്റർ മഴ ലഭ്യത ആർക്ക് വേണം? 120 എഴുതിയിരിക്കുന്നെങ്കിലും ഞാൻ 100 തൊട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. 100 മുതൽ 150 സെൻറ്റിമീറ്റർ വരെ മഴ ജൂട്ടിന് വേണം, കൂടുതൽ മഴ വേണമെന്ന് സാരം. സോയിൽ ടൈപ്പ് മോർ ഓർ ലെസ് ഏകദേശം ഒരുപോലെയാണ്. അതിൽ കോട്ടൺ മാത്രമാണ് വ്യതിചലിച്ച് നിൽക്കുന്നത്. ബ്ലാക്കിൻ്റെ പ്രസൻസ് കൂടുതൽ വേണം എന്ന ആവശ്യകതയുള്ളത് കോട്ടൺ മാത്രമാണ്. ബാക്കി രണ്ടെണ്ണത്തിനും ഏകദേശം ഒരുപോലെ നമുക്ക് പറയാം. ഓക്കെ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ടോപ്പ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മെയ്സ് മധ്യപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര നമുക്ക് പറയാം. കോട്ടൺ ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന. നമ്മുടെ ജൂട്ട് വെസ്റ്റ് ബംഗാൾ, ബീഹാർ, അസം നമ്മൾ കണ്ടു.
ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ USA ആണ്. ആരുടെ? മെയ്സിൻ്റെ, ചോളത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദകർ USA ആണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ കോട്ടൻ്റെ കാര്യത്തിൽ ചൈനയാണ്. ഇന്ത്യ 2ാം സ്ഥാനത്താണ്. കോട്ടൺ പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ചൈനയാണ്. പിന്നെ ജൂട്ടിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യ തന്നെയാണ്. ജൂട്ട് ചണത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ. വെറൈറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെയ്സിനെ ഗംഗ 11, ഡെക്കാൻ 101 എന്നൊക്കെ പറയുന്നത് മെയ്സ് വെറൈറ്റീസ് ആണെന്ന് പഠിച്ചു വെച്ചോണം. മെയ്സ് വെറൈറ്റീസ് ആണ്. പിന്നെ ഗംഗ 11, ഡെക്കാൻ 101 ഒക്കെ. ഇവിടെ നമ്മൾ 4 വെറൈറ്റികളെ പറഞ്ഞല്ലോ. അർബേറിയം, ഹെർബേഷ്യം, ബാർബഡൻസെ, പിന്നെ ഹെർസെറ്റം എന്നൊക്കെ പറയുന്ന വെറൈറ്റികൾ പറഞ്ഞു. പേരൊരല്പം ബുദ്ധിമുട്ടാണ്, വായിച്ചു വെച്ചേക്കാം നിങ്ങൾ. ജൂട്ടിൻ്റെ കാര്യത്തിൽ ടോസ ജൂട്ട്, അതുപോലെ വൈറ്റ് ജൂട്ട് എന്ന വെറൈറ്റീസ് ഒക്കെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ജൂട്ടിൻ്റെ കാര്യത്തിലും പറയാൻ പറ്റുന്നതാണ്. പേരുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, ഒന്ന് നോക്കി കണ്ടേക്കുക. അല്ലാണ്ട് വേറെ ട്രിക്കൊന്നുമില്ല, നിങ്ങളൊന്ന് പഠിക്കുക തന്നെയാണ് കാര്യം. ഇത് കോട്ടൺ കേട്ടോ, ഇത് കോട്ടൺ, അത് ജൂട്ട്. ഓക്കെ, അറിയാൻ പറ്റും നിങ്ങൾക്ക്. റൈറ്റ്, അപ്പോൾ yes, this is what we actually need to discuss about our major crops in India. ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന പ്രധാനപ്പെട്ട ക്രോപ്സിൻ്റെ കൾട്ടിവേഷനും അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളും ആ പ്രൊഡക്ഷൻ്റെ ഒരു റാങ്കിങ്ങും അതിന് വേണ്ട കണ്ടീഷൻസും ഉൾപ്പെടെ വരുന്ന ഒരു ക്രോപ്പ് അനാലിസിസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് യു ഗോട്ട് എൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദിസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറേ ക്രോപ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീർന്നിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ നമുക്ക് വരാനുണ്ട്, കുറച്ച് ഐറ്റംസും കൂടിയൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തായാലും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്ന് ഈ സമ്മപ്പ് ചെയ്ത് അവസാനം ടേബിളിൽ നമ്മൾ അതിൽ നിന്ന് സമ്മപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒന്നുകൂടി സമ്മപ്പ് ചെയ്യുന്നില്ല, ബിക്കോസ് വി ഹവ് ഓൾറെഡി ഹാഡ് എ സമ്മിങ് അപ്പ്. അപ്പോൾ ഈ പറഞ്ഞ വിശദാംശങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫുഡ് ഗ്രെയിൻ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഡിസ്കഷനുമായി കാണാം. അതുവരെ ഇവർക്ക് നമസ്കാരം. താങ്ക്